നമസ്കാരം. ഞാൻ സി.പി. രാജശേഖരൻ. സി.പി. രാജശേഖരൻ എന്ന് എൻ്റെ സുഹൃത്തുക്കൾ, പ്രത്യേകിച്ചും പത്രപ്രവർത്തന മേഖലയിൽ ആളുകൾ വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ പേര് CPR എന്നാണ് എന്നെ കൂടുതൽ ആളുകൾ വിളിക്കുന്നത്. CPR എന്ന് എന്നെ അറിയുന്ന അത്രത്തോളം ആളുകൾ സി.പി. രാജശേഖരൻ എന്ന പേരിനെ തിരിച്ചറിയുന്നില്ല. CPR എന്ന പേരിൽ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരുപാട്, പ്രത്യേകിച്ചും പറഞ്ഞാൽ പാലക്കാട്ടെ CP രാമചന്ദ്രൻ കേരളത്തിലെന്നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തനായ പത്രപ്രവർത്തന രംഗത്തും പത്രപ്രവർത്തന ട്രേഡ് യൂണിയൻ രംഗത്തും ഒക്കെ അതിപ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള, ആരുടെയും മുന്നിൽ മുട്ടുവളയ്ക്കാത്ത, തലകുനിക്കാത്ത, നട്ടല് ചായ്ക്കാത്ത അതിഗംഭീരനായ, നമ്മുടെ പത്രഭാഷയിൽ പറഞ്ഞ ഭീകരനായ ഒരു മാധ്യമപ്രവർത്തനായിരുന്നു CP രാമചന്ദ്രൻ സാർ. അപ്പോൾ CP രാമചന്ദ്രനാണ് ശരിക്കും കേരളത്തിലെ യഥാർത്ഥ CPR. ആ CPRൻ്റെ ഒരു വ്യാജനാണ് എന്ന് വേണമെങ്കിൽ എന്നെ വിളിക്കാം. ഇനി ഈ CP രാജശേഖരൻ എന്ന് പറഞ്ഞ എൻ്റെ പേര് എൻ്റെ സുഹൃത്തുക്കളെയും എൻ്റെ വീട്ടുകാരെയും ഞെട്ടിച്ച ഒരു അനുഭവം കൂടിയുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ CP രാജശേഖരൻ എന്ന പേരും ഒരു വ്യാജനാണ്. CP രാജശേഖരൻ എന്ന പേരിൽ വളരെ പ്രശസ്തനായ ഒരു മാധ്യമപ്രവർത്തകൻ കേരളത്തിൽ ജീവിച്ചിരുന്നിട്ടുണ്ട്. അദ്ദേഹം ആകാശവാണിയുടെയും ദൂരദർശൻ്റെയും ഒക്കെ പിന്നണി പ്രവർത്തകനായിരുന്നു. ആകാശവാണിയുടെ ഷോർട്ട് ടൈം നാടകങ്ങൾ, ഹ്രസ്വ നാടകങ്ങളുടെ അല്ലെങ്കിൽ അമച്വർ നാടകങ്ങളിലെ നൂതന ആശയങ്ങൾ കൊണ്ടുവരികയും അത് ആകാശവാണിയിലൂടെ സംപ്രേഷണം ചെയ്ത് ലക്ഷക്കണക്കിന് അല്ല കോടിക്കണക്കിന് പ്രേക്ഷകരെ സമ്പാദിക്കുകയും ചെയ്ത വളരെ മഹാനായ, വളരെ ലബ്ധപ്രതിഷ്ഠ നേടിയ ഒരു എഴുത്തുകാരനായിരുന്നു CP രാജശേഖരൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പല ലേഖനങ്ങളും, ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഒരിക്കൽ കൃഷ്ണപ്രിയ എന്ന ഒരു മാഗസിനുണ്ട്, നമുക്കറിയാം, ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഒരു മുഖപത്രമാണത്. അപ്പം ആ മുഖപത്രത്തിനകത്ത് ഒരു CP രാജശേഖരൻ ഒരിക്കൽ ആ സ്പിരിച്വാലിറ്റിയും നമ്മുടെ ഭൗതിക ജീവിതവും സംബന്ധിച്ച് മനോഹരമായൊരു ലേഖനം എഴുതി. അപ്പം ആ ലേഖനം ഒരുപാട് ആളുകൾ വായിച്ചു. അത് വായിച്ചിട്ട് ഒരു സ്ത്രീ എങ്ങനെയോ എൻ്റെ ഫോണിൽ തപ്പിപ്പിടിച്ച് എന്നെ വളരെ കൂടുതൽ ആശംസിക്കുകയും അനുമോദിക്കുകയും ഇത്രയും നന്നായിട്ട് എഴുതിയതിന് വളരെ സന്തോഷം പറയുകയും ഒക്കെ ചെയ്തു. സത്യത്തിൽ ആദ്യമേ ഞാൻ കരുതി എന്നെ കളിയാക്കാൻ ആരോ വിളിക്കുകയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഈ ലേഖനം, കൃഷ്ണപ്രിയയിൽ വന്ന ഈ ലേഖനം ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ആ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ ആ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് അവർ പറയുന്ന ഒരു കാര്യവും എൻ്റെ പെട്ടിട്ടുള്ളതോ അല്ലെങ്കിൽ ഞാൻ പറയാൻ സാധ്യതയുള്ളതോ അല്ലെങ്കിൽ ഞാൻ എഴുതാൻ സാധ്യത ഉള്ളതോ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി, ഒന്നുകിൽ അവർ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവരെന്നെ മനഃപൂർവ്വം കളിയാക്കുന്നു. കുറേ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അവർ കളിയാക്കുകയല്ല, ആ ലേഖനം എഴുതിയത് ഞാൻ തന്നെയാണ് എന്ന ധാരണയിൽ അവരെന്നെ പ്രശംസ കൊണ്ട് മൂടുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, മാഡം, ഞാൻ CP രാജശേഖരനാണ്. അന്ന് ഞാൻ മെട്രോ വാർത്തയിൽ കൺട്രോളിംഗ് എഡിറ്ററായിട്ട്, അതിൻ്റെ എഡിറ്റോറിയൽ മേധാവിയായിട്ട് ജോലി ചെയ്യുന്നൊരു കാലമാണ്. അപ്പം പറഞ്ഞു, ഞാൻ ഇന്നയാളാണ്. താങ്കൾ ഉദ്ദേശിക്കുന്ന എഴുത്തുകാരൻ ഒരുപക്ഷെ CP രാജശേഖരൻ, തൃശ്ശൂർ ജില്ലക്കാരനായ CP രാജശേഖരൻ ചേട്ടൻ, അദ്ദേഹം എനിക്കും ഗുരുവാണ്. അദ്ദേഹം ആകാശവാണിയുടെ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് കാലം മുതൽ എനിക്ക് പരിചയമുണ്ട്. അതിനുശേഷം ആകാശവാണിയിൽ നിന്നും ദൂരദർശനിൽ നിന്നും ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം വിരമിച്ചു. ഇപ്പോൾ അദ്ദേഹം ആധ്യാത്മികമായ കാര്യങ്ങളിലും ഭൗതികമായ കാര്യങ്ങളുമൊക്കെ ഗവേഷണം ചെയ്യത്തക്ക വിധത്തിലുള്ള വളരെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തനമാണ്. ഇത് മിക്കവാറും അദ്ദേഹത്തിൻ്റെ ലേഖനമാവാൻ സാധ്യതയുണ്ട്. എന്തായാലും ഞാൻ നമ്പർ നോട്ട് ചെയ്യാം. 2 ദിവസത്തിനുള്ളിൽ ഞാൻ കൃഷ്ണപ്രിയ എങ്ങനെയെങ്കിലും അന്ന് ഞാൻ കൃഷ്ണപ്രിയ വരുത്തുകയോ സ്ഥിരമായി വായിക്കുകയോ ചെയ്യുന്ന ആളല്ല. അപ്പോൾ അത് വരുത്തിയതിന് ശേഷം ഞാൻ തീർച്ചയായും മാഡത്തെ തിരിച്ചു വിളിക്കാമെന്ന് പറയുകയും ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ മുഖേന കൃഷ്ണപ്രിയ ഇത് വരുത്തി സംഘടിപ്പിച്ച് വായിച്ചതിന് ശേഷം അവരെയും മാത്രമല്ല CP രാജശേഖരൻ ചേട്ടനെയും വിളിച്ചിട്ട് ഞാൻ അദ്ദേഹത്തോടെ ഈ അവരൻ CPയെക്കുറിച്ച് പറയുകയും, അദ്ദേഹം അതിനു മുമ്പ്, ഞാനിത് പറയുന്നതിന് മുമ്പ് എൻ്റെ ഒരുപാട് ലേഖനങ്ങളും ലേഖന പരമ്പരകളും വായിച്ച് എന്നെ ആശംസിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീ ആയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ സംഘർഷം, അന്ന് സംഘർഷമല്ല, സൗഹൃദത്തിൻ്റെ സംഘർഷം ഞങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്യായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള അനുഭവം എനിക്ക് പലപ്പോഴും പല അവസരങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ആ CP രാജശേഖരനാണ് ഈ CP രാജശേഖരനെന്നും ഈ CP രാജശേഖരനാണ് ആ CP രാജശേഖരനെന്നും പറഞ്ഞിട്ട് ഒത്തിരി കഥകൾ പലയിടത്തും പ്രചരിച്ചിട്ടുണ്ട്. CP രാജശേഖരൻ ചേട്ടൻ ഒരിക്കൽ മറ്റൊരു പത്രത്തിൻ്റെ ചീഫ് എഡിറ്ററായിട്ട് ചുമതലയേറ്റപ്പോൾ എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് എനിക്കൊരു ഷോക്കോസ് മാതൃകയിൽ എനിക്കൊരു എനിക്കൊരു പേഴ്സണൽ വാർണിംഗ് വന്നു. ഒരേ സമയം 2 പത്രങ്ങളിൽ പ്രവർത്തിക്കാൻ പറ്റില്ല, ഒന്നുകിൽ നിങ്ങൾ ഇവിടെ പ്രവർത്തിക്കണം അല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കണം. നിങ്ങൾ ആരോട് ചോദിച്ചുകൊണ്ടാണ് അവിടെ ആ സ്ഥാനം ഏറ്റെടുത്തതെന്ന് പറഞ്ഞപ്പോഴും എനിക്കത് വിശദമാക്കാൻ, ഞാനല്ല ആ രാജശേഖരൻ എന്ന് വിശദമാക്കാൻ എനിക്ക് സമയമെടുക്കേണ്ടി വന്നു. പക്ഷേ സംഭവം കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അവരും ചിരിച്ചു, ഞാനും ചിരിച്ചു. അപ്പോൾ അങ്ങനെ പേരിൽ തന്നെ കുറച്ചധികം പ്രത്യേകതകളുമായിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഇനി ഈ CPR
എന്ന പേര് സൃഷ്ടിക്കപ്പെട്ടതല്ല. ഞാനത് എൻ്റെ ഒരു പുസ്തകത്തിൽ ഞാനത് എഴുതിയിട്ടുണ്ട്. എൻ്റെ പാസ്പോർട്ടിലെ പേര് ചെല്ലപ്പൻ പിള്ള പങ്കജാക്ഷിയമ്മ രാജശേഖരൻ പിള്ള എന്നാണ് എൻ്റെ പൂർണ്ണമായ പേര്. അതിൽ ഏതാണ്ട് 48-49 അക്ഷരങ്ങളുണ്ട് മൊത്തം. അപ്പോൾ അതിനെ CPR എന്ന 3 അക്ഷരത്തിലേക്ക് ചുരുങ്ങിയത് 1980കളുടെ, എനിക്ക് കൃത്യം വർഷം ഓർക്കുന്നില്ല, പക്ഷേ ഒരു സംഭവം ഓർമ്മയുണ്ട്. പാക് പ്രസിഡൻ്റായിരുന്ന യാഹ്യ ഖാൻ പ്ലെയിൻ അപകടത്തിൽ കൊല്ലപ്പെട്ട ദിവസമാണെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് ഞാൻ പത്തനംതിട്ട ജില്ലാ ലേഖകനാണ് ദീപികയുടെ. ഞാൻ ദീപികയിൽ അതിൽ പിന്നാലെ ഞാൻ വരാം. ദീപികയിലൂടെ ഞാൻ പത്രപ്രവർത്തന രംഗത്ത് വരുന്നത്. അപ്പോൾ ഞാനന്ന് ട്രെയിനിയാണ്, ജേർണലിസം ട്രെയിനിയാണ്. അന്നത്തെ ദീപികയുടെ നിയമപ്രകാരം ട്രെയിനിയായിട്ടിരിക്കുന്ന ആളുകളുടെ പേര് പൂർണ്ണമായിട്ടും പത്രത്തിൽ കൊടുക്കത്തില്ല. പക്ഷേ അവരുടെ പേര് കൊടുക്കാൻ ഒരു പ്രൊഫഷണൽ ജേർണലിസ്റ്റിനോടൊപ്പം നിൽക്കാവുന്ന ഒരു റിപ്പോർട്ട് പത്രത്തിൽ അച്ചടിച്ചു വന്നു കഴിഞ്ഞാൽ അവരുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരങ്ങൾ, ഇപ്പം കെ ചന്ദ്രശേഖരനാണെങ്കിൽ KC എന്ന് കൊടുക്കും, മാമുക്കോയ എന്നാണെങ്കിൽ MK എന്ന് കൊടുക്കും. ആ ഒരു ക്രിറ്റീരിയ വെച്ചിട്ട് CP രാജശേഖരൻ എന്ന എൻ്റെ പേരിന് അവർ CPR എന്ന്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്നത്തെ ഡെപ്യൂട്ടി എഡിറ്ററായിരുന്ന ശ്രീ TC മാത്യു സാറാണ് എനിക്ക് ആ ബൈലൈൻ ആദ്യമായിട്ട് തന്നത്. ഈ പറഞ്ഞ പാക് പ്രധാനമന്ത്രിയുടെ പ്ലെയിൻ ആക്സിഡൻറ്റ് അത് വലിയ മെയിൻ സ്റ്റോറിയായിട്ട് വന്ന അതേ 1-ാം പേജിൽ താഴെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ദീപിക ഒരു കാർഷിക പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു കർഷകരുടെ മുഖപത്രമാണ്. മലയോര കുടിയേറ്റ കർഷകരുടെ മുഖപത്രം എന്നാണ് ആ പത്രത്തിൻ്റെ സ്ലോഗൻ തന്നെ. അപ്പോൾ ആ കാലഘട്ടത്തിൽ കർഷക വായ്പകൾക്ക് ഉണ്ടായിരുന്ന പലിശ സബ്സിഡി, അതായത് കൃത്യമായിട്ട് വായ്പ തിരിച്ചടയ്ക്കുന്ന കൃഷിക്കാർക്ക് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൂടി ചേർന്ന് 4% പലിശ ഇളവ്, 5% പലിശ ഇളവ് കൊടുക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് അടയ്ക്കുന്നവർക്ക് ആണ്. അപ്പോൾ അങ്ങനെ വായ്പ എടുത്ത് കൃത്യമായി അടയ്ക്കുന്ന ആൾക്ക് 5% പലിശ ഇളവെന്ന് പറയുമ്പോൾ അക്കാലത്ത് റബ്ബർ കൃഷിയൊക്കെ ഇന്നത്തെ പോലെ പുഷ്ടി പ്രാപിക്കുകയോ അല്ല റബ്ബറിനും തേങ്ങയ്ക്കോ ഒന്നും ഇന്നത്തെ കണക്കൊരു വിലയുണ്ടാവുകയോ ഇതിൽ നിന്ന് വളരെ ശക്തമായൊരു ആദായം കിട്ടുകയോ ചെയ്യുന്നൊരു കാലമല്ല. അപ്പോൾ 10-12% ലോൺ എടുത്ത് വായ്പ എടുത്ത് കൃഷി ചെയ്യുന്ന ആൾക്ക് 5% പലിശ സബ്സിഡി എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിലൊരു വലിയ സമ്പാദ്യമായി മാറുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായിട്ട് പലിശ സബ്സിഡി ഒറ്റയടിക്ക് കർഷകരുമായിട്ടൊരു മുന്നറിയിപ്പ് പോലും കൊടുക്കാതെ ക്യാൻസൽ ചെയ്തു. അപ്പോൾ അത് എന്നോട് ആ വിവരം പറയുന്നത് അന്ന് ഞാൻ പത്തനംതിട്ട ജില്ലാ ലേഖകനാണ്. അന്ന് ദീപികയുടെ ഓഫീസിൻ്റെ തൊട്ട് മുമ്പിലായിരുന്നു പത്തനംതിട്ട ജില്ലാ കാർഷിക സഹകരണ ബാങ്ക്, പത്തനംതിട്ട കാർഷിക സഹകരണ ബാങ്ക്. അതിൻ്റെ പ്രസിഡന്റ് പിൽക്കാലത്ത് MLA-യും ഒക്കെയായ പ്രമുഖനായ കോൺഗ്രസ് നേതാവ് ശ്രീ K. ശിവദാസൻ നായരാണ്. K. ശിവദാസൻ നായരുടെ ഓഫീസിൽ STD ഉള്ള ടെലിഫോൺ അന്നുണ്ടായിരുന്നില്ല. ഇത് 1986-87 കാര്യമാണ് ഞാൻ പറയുന്നത്. അന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ട്രങ്ക് കോൾ ബുക്ക് ചെയ്യുന്ന ഒരു ഫോണാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ദീപയുടെ ഓഫീസിൽ പത്ര ഓഫീസ് ആയതുകൊണ്ട് അവിടെ STD ഉള്ള ഫോണുണ്ട്. അന്ന് ഈ ഫോണല്ലാതെ വേറെ ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷന് മറ്റ് യാതൊരു മാർഗവുമില്ല. അന്നൊക്കെ നമുക്കെല്ലാവർക്കും അറിയില്ല, ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ല. അന്ന് നമ്മൾ പത്രങ്ങളിലേക്കുള്ള വാർത്തകൾ തന്നെ എഴുതി തയ്യാറാക്കി കവറിനകത്തിട്ട് നമ്മുടെ പത്ര ഓഫീസ് എവിടെയാണോ ഉള്ളത് അവിടേക്ക് ബസ്സിൽ കൊടുത്തു വിടുന്ന ഒരു സമ്പ്രദായമാണ് ഉണ്ടായത്. ആ കൊടുത്തുവിടുന്ന കത്തിൻ്റെ സന്ദേശം കൊടുക്കാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ ഓഫീസിൽ STD സൗകര്യമുള്ള ഫോൺ തരുന്നത്. അപ്പോൾ വല്ലപ്പോഴും ഒക്കെ ഈ ചേട്ടൻ ശിവദാസൻ നായർ ചേട്ടൻ നമ്മുടെ ഓഫീസിൽ വന്ന് വർത്തമാനങ്ങൾ പറയും, ഈ ഫോൺ വിളിക്കാൻ വേണ്ടി വരും, ഒക്കെ ചേരും. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം ഒരു സർക്കാരിൻ്റെ ഒരു ഓർഡർ കൊണ്ടത് കാണിച്ചത് കൃഷിക്കാരുടെ വയറ്റത്തടിക്കുന്നൊരു വലിയ സംഭവമാണിത്. 5% പലിശ സബ്സിഡി സർക്കാർ എടുത്തു കളഞ്ഞു, ഈ കിട്ടാനുള്ള വായ്പകളുടെ അവർ തിരിച്ചടയ്ക്കത്തില്ല, ബാങ്ക് തന്നെ പ്രതിസന്ധിയിലായി പോവും എന്ന് കണ്ടു. അപ്പോൾ ഞാൻ ഈ ഓർഡർ വാങ്ങിച്ചു വന്ന് കോപ്പി എടുക്കാനുള്ള സൗകര്യമൊന്നുമില്ല, എങ്കിലും അത് മുഴുവൻ ഞാൻ കൈകൊണ്ട് എഴുതിയെടുത്തിട്ട് അന്നത്തെ ഡെപ്യൂട്ടി എഡിറ്റർ നേരത്തെ പറഞ്ഞ TC മാത്യു, എക്സിക്യൂട്ടീവ് എഡിറ്റർ ശ്രീ ജോസ് മാത്യു തുടങ്ങിയവരുമായിട്ട് ഞാൻ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞു, അത് മെയിൻ സ്റ്റോറിയാണ്, അത് നാളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ്, നീ അത് വളരെ ഭംഗിയായിട്ട് പഠിച്ച് അതിൻ്റെ കൂടുതൽ ഫയൽ പഠിച്ച് വൃത്തിയാക്കി ഒരു ഐറ്റം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവർ ഒരു ഉപദേശം തന്നു. അത് പ്രകാരം ഞാനന്ന് ഭംഗിയായിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഈ കാർഷിക വികസന ബാങ്കിൽ പോയി ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഫയലുകളും രേഖകളും പരിശോധിച്ച് വളരെ ആധികാരികമായിട്ട് അന്നത്തെ ചെറുപ്പവും പത്രപ്രവർത്തനത്തോടുള്ള സത്യസന്ധതയും, അത് ഒരു റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് സമ്പൂർണവും സത്യസന്ധവുമാവണം, അതായിരുന്നു അതിൻ്റെ ഒരു ക്രൈറ്റീരിയ. അപ്പം ആ ഒരു പ്രിൻസിപ്പൽ വെച്ചിട്ട് ഇതിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ച് തയ്യാറാക്കി കൊടുത്തപ്പോൾ അത് മെയിൻ സ്റ്റോറിയായി വരേണ്ട സാധനം, പക്ഷേ നിർഭാഗ്യവശാൽ പാക് പ്രധാനമന്ത്രിയുടെ അപകട മരണം മൂലം അത് സെക്കൻഡ് സ്റ്റോറി ആയിപ്പോയി. പക്ഷേ സെക്കൻഡ് സ്റ്റോറി ആയിട്ടും അതിന് ബൈലയും തരാനുള്ള സൗമനസ്യം അന്നത്തെ എൻ്റെ സ്ഥാപനത്തിൻ്റെ മേധാവികൾ കാണിച്ചു. അന്നാണ് ഈ ചെല്ലപ്പൻ പിള്ള പങ്കജാക്ഷിയമ്മ രാജശേഖരൻ പിള്ള എന്ന ഞാൻ CPR ആയിട്ട് മാറുന്നത്. അന്നത്തെ ദീപികയിൽ ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല. ആ പത്രത്തിൽ വന്ന CPR ആണ് പിൽക്കാലത്ത് എല്ലായ്പ്പോഴും CPR എന്നത്. ദീപികയിൽ നിന്ന് പിന്നീട് എനിക്ക് പലപ്പോഴും TA, നമുക്കറിയാം യാത്ര ഒക്കെ പോകുമ്പോൾ നമ്മൾ TA റിക്വസ്റ്റ് കൊടുക്കും.
അപ്പോൾ ഒരിക്കൽ ഞങ്ങളുടെ ചീഫ് എഡിറ്റർ റവറൻഡ് ഫാദർ ജോസ് പന്തപ്ലാൻ തൊട്ടിയിൽ പേന വെച്ച് ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു ഞാൻ ഒരു കത്ത് കൊടുത്തപ്പോൾ. അപ്പം അദ്ദേഹം അതിനകത്ത് തുക എഴുതിയതില്ല. എൻ്റെ അടുത്ത് പിന്നെ പറഞ്ഞു അത് ഞാൻ നോക്കിയിട്ട് പിന്നെ പറയാം എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ ക്യാബിനിൽ നിന്ന് ഇറക്കി വിട്ടു. അപ്പോൾ എനിക്ക് വലിയ സങ്കടമായിപ്പോയി. കാരണം ഞാൻ വിചാരിച്ചു അത് എന്തുകൊണ്ടാണ്, അത് വളരെ ജെന്യുവനായ ഒരു കേസാണ് ഞാൻ എഴുതി കൊടുത്തത്. പക്ഷേ ആ തീയെ എനിക്ക് അദ്ദേഹം തരാൻ വിസമ്മതിച്ചിരിക്കുന്നു. അപ്പോൾ തീയെ തടഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് സംശയിച്ച് ഞാൻ വിഷമിച്ചിരിക്കും. കുറേ നേരം കഴിഞ്ഞപ്പോൾ അച്ഛൻ ഓടി ഡെസ്കിൽ വന്നിട്ട് രാജശേഖര എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, എനിക്ക് ഇയാളെ സി പി ആർ നേരത്തെ CPR 500 രൂപ അനുവദിച്ചെന്ന് എനിക്ക് എഴുതാൻ പറ്റത്തില്ല. CP രാജശേഖരൻ സബ് എഡിറ്റർ അല്ലെ CP രാജശേഖരൻ റിപ്പോർട്ടർ എന്ന് മൊത്തത്തിൽ പേര് എഴുതിയിട്ട് മാത്രമേ എനിക്ക് വൗച്ചർ ഒപ്പിടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇയാളുടെ പേര് CPR എന്ന് മാത്രം മനസ്സിലിരുന്നതുകൊണ്ട് പറ്റിയപ്പോഴാണ് കമിൻ ദി ക്യാബിൻ ആൻഡ് ഐ വിൽ പാസ് ദി ചെക്ക് ദി എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചുകൊണ്ട് ഇത് തന്നു. അപ്പോൾ അങ്ങനെ പേരിന് ഒത്തിരി പ്രൊഫഷണൽ രസകരമായ അനുഭവങ്ങൾ എനിക്കുണ്ട്. അപ്പോൾ ആ CP രാജശേഖരന്, അതായത് യഥാർത്ഥ CP രാജശേഖരൻ്റെ ഡ്യൂപ്പാണ്, യഥാർത്ഥ CPRൻ്റെ ഡ്യൂപ്പാണ് ഞാൻ. അപ്പോൾ ആ ഡ്യൂപ്പായ ഞാൻ ജനിച്ചത് കൊല്ലം ജില്ലയിലെ ശൂരനാട് എന്ന് പറഞ്ഞ ഒരു ഗ്രാമപ്രദേശത്താണ്. ശൂരനാട് ഗ്രാമപ്രദേശം ഞാൻ 1982 BSc പാസ്സാവുന്നത്. BSc ബോട്ടണിയാണ് എൻ്റെ സബ്ജക്റ്റ്. ഞാൻ BSc ബോട്ടണി പഠിക്കുമ്പോൾ നമുക്ക് ഒക്കെ അറിയാം, അന്ന് ബോട്ടണി മെയിൻ ഉള്ളവർക്ക് 2-3 വലിയ പ്രാക്ടിക്കൽ റെക്കോർഡ് വരയ്ക്കണം. സുവോളജി സബ്സിഡിയറി പ്രാക്ടിക്കൽ റെക്കോർഡ് വരയ്ക്കണം, കെമിസ്ട്രി സബ്സിഡിയറി പ്രാക്ടിക്കൽ റെക്കോർഡ് ഉണ്ടാക്കണം. അപ്പോൾ ഇതൊക്കെ മണ്ണെണ്ണ വിളക്ക് അല്ലെങ്കിൽ റാന്തൽ വിളക്ക് അല്ലെങ്കിൽ ചിമ്മിനി വിളക്ക് ഇതിൻ്റെയൊക്കെ കീഴിൽ നിന്ന് വരയ്ക്കുക, എഴുതുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അത് ക്ലാരിറ്റി കിട്ടത്തില്ല. നമ്മുടെ കണ്ണ് പോവും. വിളക്കും നമ്മുടെ കണ്ണും നമ്മുടെ മുഖമായിട്ട് വളരെ അടുത്തിരിക്കുന്നുണ്ട്. എപ്പോഴും അതിൻ്റെ ഒരു എന്താ സുഖക്കുറവ് അല്ലെങ്കിൽ ഒരു അസ്ഥ്യത നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യും. അതെല്ലാം നമ്മുടെ ഈ വർക്കിനെ ബാധിക്കുകയും ചെയ്യും. 1982 എൻ്റെ വീട്ടിലോ ഞാൻ താമസിക്കുന്ന ഇഞ്ചക്കാട് എന്ന ഗ്രാമത്തിലോ വൈദ്യുതി എത്തിയിരുന്നില്ല. അപ്പോൾ കറണ്ട് ഇല്ലാത്ത ഒരു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചതും BSc വരെ പഠിച്ചത്. BScക്ക് ഞാൻ പഠിക്കുന്ന കാലത്താണ് കാരൂക്കടവ് കക്കാക്കുന്ന് എന്ന് പറഞ്ഞ ഒരു ഇലക്ട്രിക് ലൈനിന് ഗവൺമെൻറ് അന്ന് സാങ്ഷനാക്കുന്നതും. അതുവഴി എൻ്റെ BSc പരീക്ഷ കഴിയാറായപ്പോഴത്തേക്കും വീട്ടിൽ കറണ്ട് എത്തി, ഞങ്ങളുടെ നാട്ടിൽ കറണ്ട് എത്തി. ഞങ്ങൾ വല്ല പുരോഗമിക്കപ്പെട്ട ആളുകളായി മാറി. അപ്പോൾ അന്ന് ഈ 1982 അല്ലെങ്കിൽ 80കളുടെ തുടക്കത്തിൽ, അതായത് 1970കളുടെ അവസാനത്തിൽ അടിയന്തരാവസ്ഥയ്ക്കൊക്കെ ശേഷം വരുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഒരു രണ്ടാം ഘട്ടമുണ്ട്. അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പും അടിയന്തരാവസ്ഥയ്ക്ക് ശേഷവും എന്ന് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ വ്യവച്ഛേദിക്കുന്നത് പോലെ നമ്മുടെ ആളുകളുടെ സ്വഭാവ രീതിയിലും നമ്മുടെ വർക്ക് കൾച്ചറിലും നമ്മുടെ മറ്റെല്ലാ കാര്യങ്ങളിലും അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം മറ്റൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള കാലഘട്ടത്തിൽ ആളുകൾ തൊഴിലിനെ കൂടുതൽ സ്നേഹിച്ചു തുടങ്ങിയൊരു കാലമാണ്. അതിനുമുമ്പ് പൊതുവിൽ അലസന്മാരായിരുന്നു. തൊഴിൽ ചെയ്താൽ ചെയ്തു, ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല, ചെയ്താലും ആരും ഒന്നും പറയില്ല, ചെയ്തില്ലെങ്കിൽ ആരും ചോദ്യം ചെയ്യാനില്ല. പക്ഷേ അടിയന്തരാവസ്ഥക്കാലത്ത് ചെയ്യാൻ നിയോഗിക്കപ്പെട്ട തൊഴിൽ ചെയ്തില്ലെങ്കിൽ പിടിക്കപ്പെടുമെന്നും പീഡിപ്പിക്കപ്പെടുമെന്നും ഒരു ഫീലിംഗ് വന്നതുകൊണ്ട് എല്ലാ വിഭാഗം ആളുകളും, തൊഴിലാളികളും കർഷകരും അധ്യാപകരും ജീവനക്കാരും കുട്ടികളും വിദ്യാർത്ഥികളും എല്ലാവരും തന്നെ അവരിൽ നിക്ഷിപ്തമായ ജോലി ചെയ്തേ പറ്റുള്ളൂ എന്നൊരു ബോധം, ഒരു സാമൂഹികമായൊരു ബോധം ആളുകളിലുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു ആ ബോധത്തിൽ നിന്ന് ഉണ്ടായ തൊഴിൽ സംസ്കാരത്തിൻ്റെ തുടക്കക്കാരിൽ ഒരാളാണ്, അല്ലെ ആ തലമുറയിൽപ്പെട്ട ആളുകളുടെ തുടക്കക്കാരിൽ ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ നാട്ടിലെ അന്നത്തെ ഒരു അവസ്ഥയിൽ ഒരു 95% ആളുകളും കർഷകരായിരുന്നു. കർഷക തൊഴിലാളികളോ അല്ലെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളായിരുന്നു 90%. ബാക്കി വരുന്ന 10%-ൽ ഒരു 2% ആളുകൾ കശുവണ്ടി തൊഴിലാളികൾ, തീപ്പെട്ടി കമ്പനികളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, ഈ കൽപ്പണി അതല്ലെങ്കിൽ ഇരുമ്പ് പണി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചെറിയ കുടിൽ തൊഴിൽ അല്ലെങ്കിൽ തഴപ്പായി നെയ്ത്ത് അങ്ങനെയൊക്കെയുള്ള ബീഡി തൊഴിലാളി, അപ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ തൊണ്ടുതല്ല് ഇങ്ങനെയൊക്കെയുള്ള ചെറുകിട നാമമാത്ര തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളുമാണ്. പിന്നെ സർക്കാർ ജീവനക്കാരെന്ന് പറഞ്ഞാൽ സർക്കാർ ശമ്പളം പറ്റുന്നവരിലെ നല്ല പങ്കാളാണ് അവർ. എൻ്റെ അറിവിൽ എൻ്റെ ഗ്രാമത്തിലൊരു 10 പേര് പോലും ഉണ്ടായിരുന്നില്ല എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകരായിരുന്നു. അവരൊക്കെ ഭൂമി ദാനം ചെയ്തവരോ അല്ലെ ആ കാലത്ത് മാനേജ്മെൻറ്റ് ചെറിയ സംഭാവനകൾ കൊടുത്ത് കയറിയവരോ ആയിട്ടുള്ള എയ്ഡഡ് സ്കൂൾ അധ്യാപകരായിരുന്നു സർക്കാർ ശമ്പളം പറ്റുന്നതിൽ ഒരു ഗണ്യമായ ഒരു വിഭാഗം. അവരുടെ എണ്ണം ഞാൻ പറഞ്ഞില്ല, ഒരു 10 പേരിൽ താഴെയുള്ളൂ. സർക്കാർ സെക്രട്ടേറിയറ്റിൽ എംപ്ലോയി ആയിട്ടുള്ള ഒരു ജീവനക്കാരനെ ഞാൻ പരിചയപ്പെടുന്ന എൻ്റെ MSc കാലത്തിന് ശേഷമാണ്. എത്രയോ വർഷം എൻ്റെ നാട്ടിൽ എൻ്റെ അയൽപ്പക്കത്തൊന്നും ആരും ഉണ്ടായിരുന്നില്ല. എൻ്റെ പരിചയത്തിൽ ബാങ്കിൽ ജോലി ഉണ്ടായിരുന്ന ഒരൊറ്റ ചേച്ചി മാത്രമായിരുന്നു എൻ്റെ വീടിന് തൊട്ടടുത്ത്, ശ്യാമള എന്നായിരുന്നു അവരുടെ പേര്. ആ പഞ്ചായത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു. പിന്നൊരു വേറൊരു SBIയിൽ ജോലി ഉണ്ടായിരുന്ന എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തുണ്ട്. അങ്ങനെ 2 പേർക്ക് മാത്രമായിരുന്നു എനിക്കറിയാവുന്ന 2 ആളുകൾ ആ കാലഘട്ടത്തിൽ ബാങ്കിൽ ജോലി ഉണ്ടായിരുന്ന ആളുകൾ. പത്രപ്രവർത്തനത്തെപ്പറ്റി ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. പത്രപ്രവർത്തനം എന്നൊരു പത്രം ഉണ്ടെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. അത് പത്രം എങ്ങനെ ഇറങ്ങുന്നു, എവിടെ നിന്ന് ഇറങ്ങുന്നു,
അതിൻ്റെ പിന്നിൽ ആരാണ്, എങ്ങനെയാണ്, ഇതെന്താണ് ഈ സംഭവം, ഇതിനെപ്പറ്റിയൊന്നും യാതൊരു കേട്ടുകേഴ്വി പോലുമില്ല. എൻ്റെ നാട്ടിൽ അന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രചാരമുണ്ടായിരുന്നത് മലയാള രാജ്യം എന്നൊരു പത്രമായിരുന്നു. മലയാള രാജ്യം ഇന്ന് ആ പത്രമില്ല. കൊല്ലത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ, കൊല്ലത്തുനിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന വളരെ ഏറ്റവും സ്വാധീനമുണ്ടായിരുന്ന പത്രങ്ങളിൽ ഒരുപക്ഷെ ആ കാലഘട്ടത്ത് മനോരമയ്ക്കും മാതൃഭൂമിക്കും കൊല്ലത്ത് ഇല്ലാതെ, അല്ലെങ്കിൽ ഉണ്ടായിരുന്ന കേരളമതിക്ക് പോലും കൊല്ലത്തുണ്ടായിരുന്ന സ്വാധീനത്തിൻ്റെ എത്രയോ മടങ്ങ് സ്വാധീനമുള്ള ഒരു പത്രമായിരുന്നു മലയാള രാജ്യം. ഉണിച്ചക്കമ്പീട് എന്ന് പറഞ്ഞ കൊല്ലത്ത് വളരെ പ്രശസ്തമായ ഒരു വീടുണ്ട്. ആ വീട്ടുകാരുടെ സ്വന്തമായിരുന്നു ആ പത്രം. ആ പത്ര ഉടമകളുടെ ഒരു പ്രത്യേകത, ആ പത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബസ്സിൻ്റെ അന്നത്തെ സ്വകാര്യ ബസ്സുകളുടെ ടിക്കറ്റ് മുതൽ ദിനപത്രം മുതൽ അല്ലെങ്കിൽ ദിനപത്രം വരെ, അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് പോസ്റ്ററുകൾ, ബാനറുകൾ, രസീത് ബുക്കുകൾ തുടങ്ങി അച്ചടിച്ച് കിട്ടേണ്ട എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഉണിച്ചക്കം വീട്ടുകാരുടെ പ്രസ്സിൽ നിന്ന് അച്ചടിച്ച് കിട്ടുന്ന ഒരു കാലഘട്ടമായിരുന്നു 1970കളും 80കളുടെ ഒരു തുടക്കം വരെയും. അത് കഴിഞ്ഞിട്ട് പത്രം തന്നെ എങ്ങനെയൊക്കെയോ അത് നടത്തിപ്പിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലോ ഒക്കെ വന്നിട്ട് ആ പത്രം സ്വാഭാവികമായിട്ടും അത് നിലച്ചുപോയി. ആ പത്രം ഇല്ല. അപ്പോൾ ഈ മലയാള രാജ്യം പത്രം വായിച്ചാണ് ഞാൻ സത്യത്തിൽ അന്ന് എൻ്റെ കുടുംബ വീട്ടിൽ, എൻ്റെ തറവാട്ട് വീട്ടിൽ അന്ന് വന്നിരുന്ന പത്രം മലയാള രാജ്യമായിരുന്നു. അപ്പോൾ മലയാള രാജ്യത്തിൽ വന്ന ഇന്നും എനിക്ക് എൻ്റെ ഫോണ്ടുകൾ, അന്ന് ഫോണ്ടെല്ലാം ആകെ ഒരു തരത്തിലുള്ള കൈകൊണ്ട് പറക്കി വയ്ക്കുന്ന അക്ഷരങ്ങൾ മാത്രം കൂട്ടിക്കെട്ടിയ ഒരു പത്രമാണ്. പകുതി അക്ഷരങ്ങൾ തെളിയത്തില്ല, ചില അക്ഷരം അടന്നു പോകും, കൊച്ചു കുട്ടികളുടെ പല്ല് പോകുന്നത് പോലെ ചിലപ്പോൾ ചില ഹെഡിങ്ങുകൾക്ക് തന്നെ അക്ഷരങ്ങളില്ലാതെ പോകും. അത് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് അന്നൊന്നും മനസ്സിലായില്ല. അന്ന് ചിരിച്ചെങ്കിലും, വീട്ടുകാരോടൊപ്പം ഞാനും ചിരിച്ചെങ്കിലും, പിൽക്കാലത്ത് എനിക്ക് മനസ്സിലായി അന്ന് നമ്മൾ മോണോ ടൈപ്പിലോ നൈനോ ടൈപ്പിലോ പറക്കി വയ്ക്കുന്ന അക്ഷരങ്ങൾ ഏതെങ്കിലും കാരണവശാൽ ഇളകിപ്പോകുന്നത് കൊണ്ട് സംഭവിക്കുന്ന അച്ചടി പിശാചുകളാണ് അത് എന്ന് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പത്രത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ജനറൽ അവയർനെസ്സിനെ കുറിച്ച് വരുന്നത്. അപ്പോൾ കർഷക തൊഴിലാളികളും കൃഷിക്കാരും ബീഡി തൊഴിലാളികളും തീപ്പെട്ടി കമ്പനി തൊഴിലാളികളും കശുവണ്ടി തൊഴിലാളികളും തഴപ്പാ തൊഴിലാളികളും ഒക്കെ അധിവസിച്ചിരുന്ന ഒരു നാട്ടിൽ എൻ്റെ സ്വപ്നം അന്ന് എങ്ങനെയെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാകുക. സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ സർക്കാർ ഉദ്യോഗസ്ഥൻ ഒരു LD ക്ലർക്കാണ്. അപ്പോൾ ഒരു LD ക്ലർക്കിന് മുകളിലേക്ക് നമുക്ക് എൻ്റെ നാട്ടിലെ എൻ്റെ തലമുറയിൽപ്പെട്ട ഒരഭ്യസ്ത വിദ്യനും അന്ന് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷേ അധ്യാപകനായിരുന്ന എൻ്റെ അച്ഛനൊരാഗ്രഹമുണ്ട്, അത് എന്നെ എങ്ങനെയെങ്കിലും ഒരു അധ്യാപകനാക്കണം എന്നൊരു താല്പര്യം അച്ഛനുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ആ താല്പര്യവും സർക്കാർ ഉദ്യോഗസ്ഥനാകണമെന്ന് എൻ്റെ താല്പര്യവും രണ്ടും കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ട് അധ്യാപക വൃത്തിയിലേക്ക് വരാം, പക്ഷേ വന്നാൽ ഞാൻ കോളേജ് അധ്യാപകനെ ആവുകയുള്ളൂ എന്ന് മനസ്സിലന്ന് ചുമ്മാതെ ഒരു കൂട് കെട്ടി, ഒരു കോളേജ് അധ്യാപകനാവുക എന്നൊരു സാധനം കൂട് കെട്ടി. അതിൻ്റെ ഫലമായിട്ട് ഞാൻ BSc കഴിഞ്ഞു. അന്ന് എൻ്റെ BSc ഞാൻ ബോട്ടണി ആണ് എൻ്റെ ഐച്ഛിക വിഷയം എടുത്തത്. അന്ന് ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലെ ഏറ്റവും ഉയർന്ന മാർക്കോടുകൂടിയാണ് ഞാൻ അന്ന് ഏതാണ്ട് 70-71% മാർക്ക്, അന്നത്തെ വലിയ മാർക്കാണ്, ഞാൻ BSc പാസ്സായത്. പക്ഷേ അന്ന് ബോട്ടണിക്ക് എൻ്റെ അറിവിൽ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിലും MG കോളേജിലും മാറിവാനീസ് കോളേജിലും പിന്നെ അടുത്ത് പന്തളം NSS കോളേജിലും കൊല്ലത്ത് ഫാത്തിമ കോളേജിലും SN കോളേജിലും ഇങ്ങനെ വിരലിലെണ്ണാവുന്ന ഏതാനും കോളേജുകളിലായിട്ട് 100-ൽ താഴെ സീറ്റുകളാണെന്ന് MSc ഉണ്ടായിരുന്നത്. അപ്പോൾ ശാസ്താംകോട്ട കോളേജിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയെങ്കിലും MSc ഈ പറഞ്ഞ എല്ലാ കോളേജുകളിലും 18 സീറ്റ് മുതൽ 20 സീറ്റ് വരെയാണ് MSc ഉള്ളത്. അതിൽ പകുതിയിൽ താഴെ മാത്രമേ മെറിറ്റ് വരുള്ളൂ. ബാക്കി പലതരത്തിലുള്ള സംവരണം, മാനേജ്മെൻറ്റ് സംവരണം, സാമുദായിക സംവരണം, മറ്റ് സംവരണങ്ങളൊക്കെ വരുമ്പോൾ ഒരു ക്ലാസ്സിൽ 8 സീറ്റ് 7 സീറ്റേ വരുള്ളൂ. അപ്പോൾ ഒരു 10 കോളേജിലാണെങ്കിൽ ഇപ്പോൾ 70 സീറ്റേ വരുള്ളൂ. ആ 70 റാങ്കുകളിൽ ഒന്നാവാൻ എനിക്ക് പറ്റാതെ പോയതുകൊണ്ട് എനിക്ക് കേരളത്തിൽ MScക്ക് അഡ്മിഷൻ കിട്ടിയില്ല. പക്ഷേ എനിക്ക് MSc പഠിക്കണമെന്നും പറ്റുന്നെങ്കിൽ കോളേജ് അധ്യാപകൻ തന്നെ ആകണമെന്നുമുള്ള എൻ്റെ അദമ്യമായ ആഗ്രഹം എന്നെ ആഗ്ര യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടെത്തിച്ചു. ഞാനങ്ങനെ എൻ്റെ MSc പഠിക്കുന്നത് ആഗ്ര യൂണിവേഴ്സിറ്റിയിലാണ്. ആഗ്ര യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഷിക്കോഹാബാദ് നാരായൺ കോളേജ് എന്നാണ് ഞാൻ പഠിച്ച കോളേജിൻ്റെ പേര്. ആഗ്ര യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ തന്നെ ഏറ്റവും പ്രഗത്ഭമായ ഏറ്റവും പ്രധാനപ്പെട്ട കോളേജുകളിലൊന്നാണത്. ഇനി ആഗ്ര യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ചേർന്നതിന് ശേഷമാണ് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി പോലുള്ള മഹാരഥന്മാർ പഠിച്ച യൂണിവേഴ്സിറ്റിയാണെന്നും ആ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ABVP പോലെയുള്ള ഇന്ത്യയിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ അതിൻ്റെ തുടക്കത്തിൽ രൂപപ്പെട്ടതെന്നും ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണെന്നും ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ചേർന്നതിന് ശേഷമാണ്. അപ്പം അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി പഠിക്കാൻ പറ്റി എന്നുള്ളത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് വളരെ വലിയ ഒരു അഭിമാനമായിട്ടാണ് തോന്നുന്നത്. അവിടെ നിന്നും യൂണിവേഴ്സിറ്റി റാങ്കോടെ ഞാൻ MSc പാസ്സായി. പ്ലാൻ പാതോളജി ആൻഡ് ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി എന്നൊരു പ്രൊഫഷണൽ കോഴ്സിലാണ് ഞാൻ MSc എടുത്തത്. അത് കഴിഞ്ഞ് നാട്ടിലേക്ക് പോരുന്നതിന് തൊട്ട് മുമ്പ് എനിക്കൊരു കൗതുകം, വെറുതെ ഒരു കൗതുകത്തിന്
അത് എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴും എനിക്കറിയില്ല. ഡൽഹി യൂണിവേഴ്സിറ്റി, അന്നൊരു പൊത്തപ്പര സെക്രട്ടറി ഡൽഹി യൂണിവേഴ്സിറ്റി നടത്തുന്ന ഒരു ഹ്രസ്വകാല 6 മാസത്തിൽ താഴെ മാത്രം സമയപരിധിയുള്ള ഒരു ജേർണലിസം ഡിപ്ലോമ കോഴ്സ്, ഇന്നത്തെ നമ്മുടെ ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു സാധനം, അതൊരിക്കലും നമ്മൾ ഇന്ന് കാണുന്ന പ്രൊഫഷണൽ ജേർണലിസത്തിൻ്റെ വളരെ വിദൂരമായ സാമ്യമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു യോഗ്യതയുടെ ഒരു മാനദണ്ഡങ്ങളോ ഒന്നുമില്ല. ഡിഗ്രി കഴിഞ്ഞാൽ ആർക്കും ചേരാം. അത് പഠിച്ചു കഴിഞ്ഞാൽ ഒരുമാതിരി ഒക്കെ തട്ടിക്കൂട്ടി കഴിഞ്ഞാൽ ആ ഡിപ്ലോമ കിട്ടും എന്നുള്ള ഒരു സവിശേഷത അതിനകത്തുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ഡിപ്ലോമയും അവിടെ നിന്ന് എടുത്തിട്ടാണ് ഞാൻ തിരിച്ച് എൻ്റെ നാട്ടിലേക്ക് പോകുന്നത്. ഇവിടെ നാട്ടിലേക്ക് വന്ന് എൻ്റെ അച്ഛൻ ശാസ്ത്രി കെ സി പിള്ള എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ നെയിം. അദ്ദേഹം കേരള ഹയർ ശാസ്ത്രി അസോസിയേഷൻ എന്ന് പറഞ്ഞ ആ കാലഘട്ടത്തിലെ ഒരു അധ്യാപക സംഘടനയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. ഈ ഹയർ ശാസ്ത്രി എന്ന് പറയുന്നത് അന്നത്തെ ബിരുദത്തിന് തുല്യമായ ഒരു കോഴ്സാണ്. ആ കോഴ്സ് പാസ്സായിട്ടുള്ള ആളുകൾക്ക് BEd ഇല്ലാതെ തന്നെ സംസ്കൃത അധ്യാപകരായിട്ട് ഹൈസ്കൂളിൽ പഠിപ്പിക്കാവുന്നൊരു അന്ന് നിയമം ഉണ്ടായിരുന്നില്ല. അങ്ങനൊരു നിയമം ഉണ്ടാക്കുന്നതിന് വേണ്ടി സമരം ചെയ്ത, ആ സമരത്തിന് നേതൃത്വം കൊടുത്ത ആളായിരുന്നു എൻ്റെ അച്ഛൻ. അപ്പം അദ്ദേഹത്തിൻ്റെയൊക്കെ അദ്ദേഹം ഒക്കെ വളരെ താല്പര്യപ്പെട്ട് അല്ലെങ്കിൽ അധ്യാപക സംഘടനാ നേതാവായിരുന്ന അദ്ദേഹം എന്നെ ഒരു കോളേജ് അധ്യാപകനാക്കാൻ പരമാവധി ശ്രമിച്ചു നോക്കി. പക്ഷേ അന്നത്തെ കാലത്തും ഏറ്റവും ചുരുങ്ങിയത് 25,000 രൂപ മാക്സിമം. അന്ന് പല കോളേജുകളിലും ഞാൻ അപേക്ഷിച്ച കോളേജുകളുടെ പേര് പറയുന്നില്ല, കാരണം ആ കോളേജിലൊക്കെ ഇന്ന് കേരളത്തിലെ എണ്ണം പറഞ്ഞ കോളേജുകളായതുകൊണ്ട് ആ കോളേജിൻ്റെ ഒരു മെറിറ്റിനെ ഒരു തരത്തിലും ബാധിക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നു. അതിൽ ഒരു കോളേജിൽ നിന്ന് ആവശ്യപ്പെട്ടത് 1,00,000 രൂപയായിരുന്നു, മറ്റൊരു കോളേജിൽ നിന്ന് ആവശ്യപ്പെട്ടത് 25,000 രൂപയായിരുന്നു. 25,000 രൂപയും പിന്നെ ഒരു 10,000 10,000 രൂപ മറ്റ് ചിലവുകളും വരും. 35,000 രൂപ മിനിമം ഞാൻ ചിലവാക്കണമെങ്കിൽ അന്ന് എൻ്റെ വീട് നിൽക്കുന്ന സ്ഥലത്തിന് എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത് ഒരു 50 രൂപ 100 രൂപയ്ക്കുള്ളൊന്നും ഒരു സെൻറ്റിന് കിട്ടത്തില്ല. അപ്പോൾ ഈ 35,000 രൂപ അല്ലെങ്കിൽ 50,000 രൂപ അല്ലെങ്കിൽ 1,00,000 രൂപ ഉണ്ടാക്കണമെങ്കിൽ എൻ്റെ വീടും സ്ഥലവും മുഴുവനും കൊടുത്താലും അന്ന് ആ പൈസ കിട്ടില്ല. എനിക്കുള്ളത് 2 പെൺകുട്ടികളാണ്, അവരുടെ വിദ്യാഭ്യാസം ഒന്നും ആയിട്ടില്ല, അവരുടെ കല്യാണമായിട്ടില്ല. അപ്പം വീടും കൊടുക്കുകയും സർവ്വതും വിറ്റൊരു കോളേജ് അധ്യാപകനാകുന്നതിനേക്കാൾ നല്ലത് മറ്റെന്തെങ്കിലും തൊഴിലിലേക്ക് പോവുക എന്നുള്ള ഒരു ചിന്ത. അതിന് ശേഷമാണ് ഈ പണം കൊടുത്ത് ജോലി വാങ്ങണം എന്നുള്ള ഒരു സമ്മർദ്ദം മനസ്സിൽ വന്നപ്പോഴാണ് അത് വേണ്ട, എനിക്ക് വേറെ പണം കൊടുക്കാതെ കിട്ടുന്ന മറ്റെന്തെങ്കിലും ഒരു ജോലി മതി. പക്ഷേ ആ കാലഘട്ടമായപ്പോഴത്തേക്കും എന്തുകൊണ്ടോ എൻ്റെ മനസ്സിൽ ഒരു ക്ലറിക്കൽ ജോലി അല്ലെങ്കിൽ സർക്കാർ സർവീസിലെ ഒരു ഗുമസ്ത പണിയിലേക്ക് ചെന്നിരിക്കുക എന്നുള്ളത് അത് എനിക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. അത് കുറവായിട്ടല്ല തോന്നിയത്, ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. അതിൽ നിന്ന് എനിക്ക് അവസരങ്ങൾ കുറവായിരിക്കും. ഒരു LE ക്ലർക്കായിട്ട് കയറിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ കുറച്ചും കൂടെ വലിയ ഒരു ക്ലർക്കാവാം, അല്ലെങ്കിൽ കുറച്ച് സൂപ്രണ്ട് വരെ ആവാം, നമുക്ക് പെൻഷൻ പറ്റാം. ആ ഒരു സർക്കിളിൽപ്പെടുന്ന ഒരു പരിചയവും അനുഭവങ്ങളും അല്ലാതെ അതിന് മുകളിലേക്കൊരു സംഭവം വരാനില്ല എന്നെനിക്ക് എന്തുകൊണ്ടോ എൻ്റെ ഉള്ളിൽ ഒരു തോന്നലുണ്ടായി. അതിൻ്റെ ഇടയ്ക്കാണ് ഈ പത്രപ്രവർത്തനം എന്ന സാധനം എൻ്റെ തലയ്ക്ക് ഒരു വെടിയുണ്ട പോലെ വന്നു കൊണ്ടുവന്നത്. അതിൻ്റെ കാരണമുണ്ട്. ഞാൻ 1977 SSLC പരീക്ഷ പാസ്സാകുന്നത്. അന്ന് SSLC പരീക്ഷയുടെ ഫലം അറിയുക എന്നത് ഒരു വലിയ സംഭവമാണ് നാട്ടിൽ. എൻ്റെയൊക്കെ സമയത്ത് 30%, 33% ഒക്കെയാണ് വിജയ ശതമാനം. എഴുതുന്ന എല്ലാവരും ജയിക്കത്തില്ല. അപ്പോൾ ഈ ജയിച്ചവർ, ഒരാൾ SSLC പരീക്ഷ ജയിച്ചു എന്ന് പറഞ്ഞാൽ അവൻ നാട്ടിലെ വലിയ ഹീറോ ആകുന്ന ഒരു കാലഘട്ടമാണ്. ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ പാസ്സായി എന്ന് പറഞ്ഞാൽ അവൻ വലിയ സൂപ്പർ IAS കിട്ടിയെന്ന് ഈക്വലൻ്റായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു കാലമാണ് 1977. അതുകൊണ്ട് തന്നെ ഈ SSLC പരീക്ഷാഫലം ഒന്ന് അറിയുക എന്നുള്ളത് പരീക്ഷ കഴിയുന്നതിൻ്റെ പിറ്റേമ ദിവസം മുതൽ തന്നെ കുട്ടികളുടെയും അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും നമ്മുടെ നാടിൻ്റെ ഒക്കെ ഒരു പൊതു ആവശ്യമായിട്ട് ഈ കൊല്ലം ആരൊക്കെയാണ് 10ാം ക്ലാസ് എഴുതിയത്, അതിലാരൊക്കെ ജയിക്കാൻ സാധ്യതയുണ്ട്, ആരൊക്കെ തോക്കാൻ സാധ്യതയുണ്ട്, ഇതൊക്കെ നമ്മുടെ നാടും വീടും ഒക്കെ ചർച്ച ചെയ്ത് തീരുമാനിച്ച് വെച്ചിട്ടുണ്ടാവും. അതിൽ ജയിക്കാൻ സാധ്യതയുള്ള ആളുകളുടെ പട്ടികയിലാണ് എൻ്റെ വീട്ടുകാർ എൻ്റെ പേരും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ എനിക്കതിനകത്തൊരു വിശ്വാസക്കുറവുണ്ട്, ജയിക്കാൻ സാധ്യതയുണ്ടോ, ജയിക്കുമോ. പക്ഷേ അന്ന് എൻ്റെ അച്ഛൻ്റെ ഏറ്റവും ഇളയ സഹോദരനാണ് പിൽക്കാലത്ത് വളരെ പ്രശസ്തനായ ശ്രീ മാടവന ബാലകൃഷ്ണപിള്ള. ദീപികയിലും മംഗളത്തിലും ഒക്കെ ആയിട്ട് അദ്ദേഹം ഏതാണ്ട് 30 വർഷത്തിൽ കൂടുതൽ പത്രപ്രവർത്തനം ചെയ്തു. 15 വർഷത്തോളം MG യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടറായിട്ട്, ജേർണലിസം കോഴ്സ് ഡയറക്ടറായിട്ടിരുന്നു. അപ്പോൾ അന്ന് അദ്ദേഹം ദീപികയുടെ കോട്ടയം ലേഖനായിട്ട് ജോലി ചെയ്യുകയാണ്. അപ്പം അച്ഛൻ അധ്യാപകനായിരുന്നതുകൊണ്ടും അച്ഛന് പൊതുവിജ്ഞാനം കൂടുതലുണ്ടായിരുന്നതുകൊണ്ടും അച്ഛൻ മനസ്സിലാക്കി പത്രം ഓഫീസുകൾ വഴി നേരത്തെ നമുക്ക് റിസൾട്ട് കിട്ടാം. അപ്പോൾ അങ്ങനെ അച്ഛൻ ചിറ്റപ്പൻ്റെ സഹായം തേടി. ചിറ്റപ്പൻ ദീപികയുടെ തിരുവനന്തപുരം ബ്യൂറോയിൽ അന്ന് ഫോണിൽ വിളിച്ചു പറഞ്ഞു. അന്ന് അതിനെമാർക്ക് മീൻസ് കോട്ടയം നമ്മുടെ വീട്ടിൽ നിന്നൊന്നും ഫോണൊന്നുമില്ല, ഞാൻ പറഞ്ഞല്ലോ, കറണ്ട് ഇല്ലാത്തൊരു വീട്ടിലെവിടെ ഫോൺ.
അപ്പോൾ അച്ഛനും ചിറ്റപ്പൻ വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അച്ഛനും ഞാനും കൂടെ തിരുവനന്തപുരത്ത് അന്നത്തെ ട്യൂട്ടേഴ്സ് ലൈനിൽ DVAക്ക് സ്വന്തമായി ഒരു ഓഫീസുണ്ട്. സ്വന്തമായി സ്ഥലവും ഓഫീസും തിരുവനന്തപുരത്തുള്ള അപൂർവം പത്രങ്ങൾ, അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മലയാള മനോരമയ്ക്ക് പോലും അന്ന് വാടക കെട്ടിടവും വാടക സ്ഥലവുമായിരുന്നു. കേരളകൗമുദിക്ക് മാത്രമാണ് പേട്ടയിൽ അന്ന് വലിയ വമ്പൻ സെറ്റപ്പ് ഉണ്ടായിരുന്ന ഒരു പത്രം. അപ്പോൾ ട്യൂട്ടേഴ്സ് ലൈനിലെ 2 നില കെട്ടിടത്തിലാണെന്ന് DVA ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. ഞാൻ അവിടേക്ക് ചെല്ലുമ്പോൾ ഞങ്ങൾ അപ്പോൾ അകത്തേക്ക് പ്രവേശനമില്ല, കുറച്ചു നേരം കാത്തു നിൽക്കണം. അന്ന് തിരുവനന്തപുരം DVAയുടെ ബ്യൂറോ ചീഫ് അല്ലെങ്കിൽ അവിടുത്തെ യൂണിറ്റിൻ്റെ ചീഫ് എന്ന് പറയുന്നത് സാക്ഷാൽ KC സെബാസ്റ്റ്യനാണ്. KC സെബാസ്റ്റ്യൻ സാറിന് കേരളത്തിലെ രാഷ്ട്രീയത്തിലും കേരളത്തിലെ മലയാള പത്രപ്രവർത്തന രംഗത്തും ജാജ്വല്യമായ ഒരു ചരിത്രമുണ്ട്. അദ്ദേഹം ഒരു മയിൽക്കുറ്റിയാണ്, അദ്ദേഹം ഒരു നാഴികക്കല്ലാണ്. എന്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് മുമ്പും അദ്ദേഹത്തിന് ശേഷവും പത്രരംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള പലരും രാജ്യസഭാംഗവും ലോക്സഭാംഗവും MLAയും മന്ത്രിയും ഒക്കെ ആയിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ടും പത്രപ്രവർത്തനം ഒരു തൊഴിലായി സ്വീകരിച്ച് ആ തൊഴിലിരുന്നുകൊണ്ട് അല്ലെങ്കിൽ ആ തൊഴിലിൻ്റെ മേന്മ കൊണ്ട് മാത്രം ആ തൊഴിൽ തുടർന്നുകൊണ്ട് തന്നെ ഒരു പാർലമെൻറ്റിൽ അംഗമായ മലയാളത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ പത്രപ്രവർത്തകൻ അല്ലെങ്കിൽ പത്രാധിപർ അല്ലെങ്കിൽ പത്രലേഖകൻ എന്ന് പറയുന്നത് സെബാസ്റ്റ്യൻ സാറാണ്, KC സെബാസ്റ്റ്യൻ സാറാണ്. അപ്പോൾ KC സെബാസ്റ്റ്യൻ സാറിനെ കാണാൻ വേണ്ടി ട്യൂട്ടേഴ്സ് ലൈനിലേക്ക് കയറി ചെല്ലുമ്പോൾ അന്ന് എനിക്ക് രാഷ്ട്രീയവുമായി യാതൊരു പരിചയമുള്ള ആളല്ല. എനിക്ക് രാഷ്ട്രീയത്തിൽ കഷ്ടിച്ച് EMS നമ്പൂതിരിപ്പാടിനെയോ അല്ലെങ്കിൽ C അച്യുതമേനോനെയോ അല്ലെങ്കിൽ ഒരു പരിധിവരെ K കരുണാകരനെയോ അവിടം വരെയൊക്കെയുള്ള ആൾ, പിന്നെ എൻ്റെ ബന്ധുവായ ശ്രീ R ബാലകൃഷ്ണപിള്ള, ഇത്രയും ആളുകളൊക്കെയാണ് എനിക്ക് രാഷ്ട്രീയ സമ്പന്നന്മാരായിട്ടുള്ള ആളുകളെ എനിക്ക് കണ്ടാൽ, ഒരാളുടെ ഫോട്ടോ കണ്ടാൽ തിരിച്ചറിയാം, അല്ലെങ്കിൽ ആളിനെ നേരിട്ട് കണ്ടാൽ തിരിച്ചറിയാവുന്ന അവസ്ഥ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. 1977 ഞാൻ ഈ 77 ഈ എൻ്റെ SLC ഫലം അറിയാൻ വേണ്ടി ട്യൂട്ടേഴ്സ് ലൈനിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു മുറിയിൽ നിന്ന് കറുത്ത പൊക്കം കൂടിയ ഒരാൾ ഒരു രൂപ ധരിച്ച്, കൈ മുഴുവൻ മൊത്തം രൂപ ധരിച്ച്, ഒരു 6 അടി പൊക്കത്തിൽ കൂടുതൽ ഉയരം, കട്ട തലമുടി, അത് ചീകി ഒതുങ്ങുന്നില്ലാതെ കൈകൊണ്ടിങ്ങനെ ഒതുക്കി അദ്ദേഹം ചെരുപ്പൊക്കെ ഇട്ടിങ്ങനെ ഓഫീസിൽ നിന്ന് ഇറങ്ങി പോകുന്നു. അപ്പോൾ അദ്ദേഹം ഇറങ്ങിപ്പോയി അങ്ങ് പടി കഴിഞ്ഞപ്പോൾ അച്ഛൻ എൻ്റെ ചെവി പറഞ്ഞു, ആ പോയത് ആരാണെന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, അതാണ് ബേബി ജോൺ, മന്ത്രിയാണ്, പിന്നെ കൊല്ലംകാരനാണ്, ചവറക്കാരനാണ്, അദ്ദേഹം ചവറ MLA ആണ്. അപ്പോൾ അച്ഛൻ അധ്യാപകൻ, അതുകൊണ്ട് അത്യാവശ്യത്തിനുള്ള ജനറൽ നോളജ് അറിയാവുന്നതുകൊണ്ട് അച്ഛനാണ് എന്നെ ബേബി ജോണിനെ ആദ്യമായി ചൂണ്ടിക്കാണിച്ചത്. അതും ബേബി ജോൺ ഞങ്ങളുടെ കൺവെട്ടത്തു നിന്ന് പോയതിന് ശേഷമാണ് പറഞ്ഞത്. ബേബി ജോണിൻ്റെ മുമ്പിലേക്ക് കയറി നിന്ന് ഞങ്ങൾ പരിചയപ്പെടാനുള്ള ആർജവോ അല്ലെങ്കിൽ അദ്ദേഹത്തെ വണങ്ങാനോ അദ്ദേഹത്തെ അതിനുള്ള ധൈര്യമോ അല്ലെങ്കിൽ അതിനുള്ള ഒരു കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്കന്ന് അച്ഛനതിൻ്റെ ആവശ്യമില്ല, അച്ഛനത് തോന്നിയില്ല. എനിക്ക് തികച്ചും മറ്റേതോ ഒരാളെന്ന് പറഞ്ഞല്ലാതെ അദ്ദേഹത്തെ പറ്റി യാതൊരു ഇതുമില്ല. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പം ഞങ്ങളിങ്ങനെ ബേബി ജോൺ ഇറങ്ങിപ്പോയതിന് ശേഷം അച്ഛൻ അതിനു മുമ്പ് തന്നെ ഓഫീസിലുള്ള ഒരു ബോയിയോട് അവിടെ ഉണ്ടായിരുന്ന ഒരാളോട് പറഞ്ഞിരുന്നു, ഇങ്ങനെ മാടവനയുടെ ചേട്ടനാണ് വന്നിരിക്കുന്നത്, സെബാസ്റ്റ്യൻ സാറിനെ ഒന്ന് കാണാനാണ്, ഒരു സമയം തരണം എന്ന് പറഞ്ഞപ്പം ഈ ബേബി ജോൺ ഇറങ്ങി പൊയ്ക്കതിന് ശേഷം ഈ പറഞ്ഞയാൾ ചെന്ന് അദ്ദേഹത്തോടെ ഇങ്ങനെ ഒരാൾ കാണാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ ഞങ്ങളെ 2 പേരെ അകത്തേക്ക് വിളിക്കുമ്പോൾ ഓഫീസിൻ്റെ പ്രധാന സീറ്റിൽ ഇരിക്കുന്ന ആൾ എൻ്റെ അവിടെ ഒരു ചെറിയ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, KC സെബാസ്റ്റ്യൻ എന്ന്. അപ്പോൾ അതിൽ നിന്ന് ആ ഇരിക്കുന്ന ആൾ KC സെബാസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായി. പക്ഷേ ആ KC സെബാസ്റ്റ്യൻ്റെ വേഷം കണ്ടപ്പോൾ ഇങ്ങനെയൊക്കെയാണോ പത്ര ഓഫീസ് എന്നാണ് എനിക്ക് ആദ്യം തോന്നിയത്. കാരണം അദ്ദേഹം ഒരു കള്ളിമുണ്ടാണ്, ഒരു കൈലിയാണ് ധരിച്ചിരിക്കുന്നത്. ആ കൈലി ധരിച്ച കാല് അദ്ദേഹം ഇരിക്കുന്ന കസേരയുടെ മേളിൽ പൊന്തി വെച്ചിട്ടുണ്ട്. കയ്യിലൊരു സിഗരറ്റോ ബീഡിയോ എന്തോ ഒരു സാധനം, കറുത്ത കണ്ണട ഉപയോഗിച്ചിട്ടുണ്ട്. ഷർട്ടില്ല, ബെന്നിനില്ല. അദ്ദേഹം അന്നേരം അവരെ ആ സമയം വരെ കുളിച്ചിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വത്തെ അല്ല, എത്ര അലക്ഷ്യമായിട്ട് ഒരു പത്ര ഓഫീസിൽ അദ്ദേഹം ഇരിക്കുന്നു. അദ്ദേഹത്തിന് മുമ്പിൽ കൊണ്ട് ഇറങ്ങിപ്പോകുന്നത് ബേബി ജോണിനെ പോലുള്ള ഒരു കൊണ്ടാടിയ ഒരാൾ ഇറങ്ങിപ്പോകുന്നു. അപ്പം അച്ഛൻ എന്നോട് ഇരിക്കാൻ പറഞ്ഞെങ്കിലും അച്ഛനും ഇരിക്കുന്നില്ല. അച്ഛൻ ഒന്ന് ബഹുമാനിച്ചതിന് ശേഷമാണ് അച്ഛൻ അല്പം മാറിയുള്ളൊരു കസേരയിൽ ഇരുന്നതും. അപ്പോൾ അതിനു മുമ്പ് തന്നെ മകൻ ജയിച്ചു കേട്ടോ, ഫസ്റ്റ് ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞൊരു കുറിപ്പ് അച്ഛൻ്റെ കയ്യിൽ കൊടുക്കുകയും ഞാൻ ബാക്കി സ്ഥലകാല എല്ലാം മറന്ന് എൻ്റെ ലോകത്തേക്ക് മാത്രം അഭിമാനത്തോടെ മാറുകയും ചെയ്യുമ്പോൾ അച്ഛൻ KC സെബാസ്റ്റ്യൻ സാറോട് സംസാരിക്കുന്നു, അടുത്തിരുന്ന ആളോട് സംസാരിക്കുന്നു. അവരുടെ കാര്യങ്ങളൊന്നും 2 മിനിറ്റ് 3 മിനിറ്റ് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങുന്നു. എനിക്ക് എങ്ങനെയും വീട്ടിൽ വരിക, എൻ്റെ സുഹൃത്തുക്കളുടെ കാര്യങ്ങൾ പറയുക, കാരണം മറ്റാരും അറിഞ്ഞിട്ടില്ല, അവരുടെ ആദ്യം റിസൾട്ട് അറിഞ്ഞിട്ടില്ല. അപ്പോൾ എൻ്റെ റിസൾട്ട് അറിഞ്ഞിരിക്കുന്നു, എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. ഇത് ശരിയാണോ എന്നുള്ളതാണ് എൻ്റെ ആദ്യം. ഞാൻ അങ്ങനെ വെറുതെ ഇത് തന്നാണോ എന്നൊരു സംശയമുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും അച്ഛൻ പറഞ്ഞു, എൻ്റെ അടുത്തിരുന്ന് അപ്പുറത്തിരുന്ന ആളെ നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. അപ്പോൾ അതാണ് KM മാണി. അന്ന് KM മാണി കേരള കോൺഗ്രസ് രൂപീകരിച്ച് അവിഭക്ത കേരള കോൺഗ്രസിൻ്റെ കാലം കഴിഞ്ഞു. അത് വിഭജനത്തിൻ്റെ കാലഘട്ടമാണ്. അന്ന്
എല്ലാ കേരള കോൺഗ്രസിൻ്റെയും ശിരോലിഖിതം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ മാധ്യമപ്രവർത്തകൻ അന്ന് കെ സി സെബാസ്റ്റ്യൻ സാറായിരുന്നു. അപ്പോൾ സെബാസ്റ്റ്യൻ സാറിൻ്റെ അടുത്ത് എന്തോ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വേണ്ടി വന്നിരിക്കുന്ന ആളാണ് കെ എം മാണി. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ കോളേജ് അധ്യാപകനാകാൻ ഒക്കത്തില്ല, അതിനുള്ള സാമ്പത്തികമില്ല, ടെസ്റ്റ് എഴുതി PSC ടെസ്റ്റ് എഴുതി ഒരു കോളേജ് അധ്യാപകനുള്ള മിടുക്കെനിക്കില്ല, ഇത് രണ്ടും ബോധ്യപ്പെട്ടപ്പോൾ പത്രപ്രവർത്തന രംഗത്തേക്ക് തിരിഞ്ഞാലോ എന്നതിൻ്റെ ചിന്തയ്ക്ക് തീ കൊളുത്തിയത് എൻ്റെ അന്നത്തെ അനുഭവങ്ങളാണ്. അതായത് ഒരു ഷർട്ട് പോലും ധരിക്കാത്ത, ഒരു കൈലി നമ്മുടെ വീട്ടുജോലിക്ക് നിൽക്കുന്ന ഒരാൾ ധരിക്കുന്ന ഒരു സാധാരണ വേഷധാരിയുടെ മുമ്പിൽ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ കേരള കിസിഞ്ചർ എന്ന ബേബി ജോണിന് പേരിട്ടത് കെ സി സെബാസ്റ്റ്യനാണ്. അപ്പോൾ കെ സി സെബാസ്റ്റ്യൻ്റെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന ബേബി ജോൺ, അദ്ദേഹത്തിന് മുമ്പിൽ അരച്ചന്തിയിൽ മാത്രം ഇരിക്കുന്ന കെ എം മാണി. അപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു, ഒരു പത്രപ്രവർത്തകൻ്റെ മുമ്പിൽ മന്ത്രിമാർ ഇത്ര നിസ്സാരരോ, അല്ലെങ്കിൽ ഇത്രയും കരുത്തന്മാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അവരെക്കാൾ കരുത്തനാണോ ഒരു മാധ്യമപ്രവർത്തകൻ? അപ്പോൾ എന്താണ് അയാളുടെ ഒരു പവർ, എന്താണ് അയാളുടെ ഒരു കഴിവ്? ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ വരുന്നപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പത്രപ്രവർത്തകരുടെ ജീവവായു എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻസാണ്. ഹൗ ടു ഗെറ്റ് ദി ഇൻഫർമേഷൻ, ഹൗ സ്പീഡി ഇറ്റ് ഈസ് ഗെറ്റിംഗ്. ഇത് രണ്ടുമാണ് പത്രപ്രവർത്തനത്തിൻ്റെ മികവ്, അല്ലെങ്കിൽ നമ്മുടെ കഴിവ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു വലിയ അല്ലെങ്കിൽ ഒരു ലബ്ധപ്രതിഷ്ഠ നേടുന്ന പത്രപ്രവർത്തനം ആക്കുന്നത് ആദ്യം വിവരം കിട്ടണം. ആ കിട്ടുന്ന വിവരം ഒരു വിജ്ഞാനമായിട്ട് നമ്മൾ പത്രത്തിൽ കൂടെ കൊടുക്കണം. അത് വിമർശിക്കപ്പെടുകയോ സ്വീകരിക്കപ്പെടുകയോ ചെയ്യണം. വായനക്കാർ അതിൽ കുറച്ച് ദിവസത്തേക്കെങ്കിലും കടിച്ചു പോകണം. അങ്ങനെ നിന്ന് കഴിഞ്ഞാലാണ് നമ്മുടെ പേര് നമ്മൾ ശ്രദ്ധിക്കപ്പെടുകയോ നമ്മൾ അറിയപ്പെടുകയോ ചെയ്യുന്നത്. അപ്പോൾ ഒരു പത്രപ്രവർത്തകൻ്റെ ഏറ്റവും വലിയ കഴിവ് എന്ന് പറഞ്ഞാൽ ഹൗ ടു ട്രാപ്പ് ദീസ് ഇൻഫർമേഷൻ. അപ്പം സ്വാഭാവികമായിട്ടും പത്രപ്രവർത്തനം മുമ്പിൽ എത്തുന്ന ഒരു ആദ്യത്തെ വിവരം എന്ന് പറഞ്ഞാൽ ആ ഒരു ആങ്സൈറ്റി, ഒരു തേസ്റ്റ്, അത് ഉണ്ടാവണം. 1. 2, അത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അത് എഴുതി ഫലിപ്പിക്കണം. 2. 3, അത് ചർച്ച ചെയ്യപ്പെടണം. 4, അത് പൊതുജനം സാർവത്രികമായിട്ട് സ്വീകരിക്കണം, അത് അംഗീകരിക്കണം. ഇത്രയൊക്കെ കഴിവ്, അതിന് വിദ്യാഭ്യാസ യോഗ്യതയോ അല്ലെങ്കിൽ അതിന് വേറെ വലിയ പ്രാഗൽഭ്യങ്ങളോ അല്ലെങ്കിൽ കുടുംബ മഹാത്മ്യങ്ങളോ ഒന്നും വേണമെന്നില്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ ഇത് പറ്റും എന്നുള്ളതാണ് ജേർണലിസത്തിൻ്റെ ബേസിക് യോഗ്യത എന്ന് ഞാൻ ഈ പറഞ്ഞ എൻ്റെ SSLC റിസൾട്ട് കിട്ടിയ ആ ഒരു ദിവസം പത്രപ്രവർത്തനത്തിൻ്റെ ഒരു ബാലപാഠമെന്നോ ആദ്യാക്ഷരമെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്പാർക്കെന്നോ അല്ലെങ്കിൽ അതിലേക്ക് അന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല അങ്ങനെ ഒരു വഴിയെ പോകണം എന്ന് ചിന്തിച്ചിട്ടുമില്ല. ഒരുപക്ഷെ മറ്റ് മാർഗമില്ലാതെ ഞാൻ ഈ വഴിയിലേക്ക് വന്നതാണ്. LE ക്ലർക്കാവാൻ, ഒരു ക്ലറിക്കൽ തസ്തികയിലേക്ക് പോകാൻ മനസ്സനുവദിക്കുന്നില്ല. കോളേജ് അധ്യാപകനാവാനുള്ള യോഗ്യതയുണ്ട്, പക്ഷേ അതിനുള്ള കഴിവില്ല. അത് വില കൊടുത്ത് വാങ്ങിച്ചെടുക്കാനുള്ള സാമ്പത്തികവുമില്ല. അപ്പോൾ പിന്നെ വാട്ട് നെക്സ്റ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ഉത്തരമായിരുന്നു പത്രപ്രവർത്തനത്തിലേക്കൊന്ന് കടന്നാലോ എന്ന്. അന്ന് ഇന്നത്തെ കണക്ക് ഉള്ള ഒരു രീതി ആയിരുന്നില്ല അതിൻ്റെ പ്രധാന മാർഗം. ഞാൻ അച്ഛനെക്കുറിച്ച് പറഞ്ഞെങ്കിലും അമ്മയെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല. എൻ്റെ അമ്മ ഒരു വീട്ടമ്മയായിരുന്നു. 1950കളിൽ തന്നെ 10ാം ക്ലാസ് പാസ്സാവുകയും അന്നത്തെ ഒരു സാംസ്കാരികമായ പശ്ചാത്തലം കൊണ്ട് സ്ത്രീകൾ ജോലിക്ക് പോകുന്നത് നാണക്കേടാണെന്നും അല്ലെങ്കിൽ സ്ത്രീകൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന പണം വീട്ടിൽ ആവശ്യമില്ല ഒരു ഫ്യൂഡൽ സ്വഭാവം അന്നത്തെ വീട്ടുകാർക്കുണ്ടായിരുന്നതുകൊണ്ടും അമ്മയ്ക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അമ്മയുടെ ആഗ്രഹം തല്ലിക്കെടുത്തുന്ന ഒരു സാഹചര്യമായിരുന്നതുകൊണ്ടും ഒക്കെ അമ്മ ഒരു വീട്ടമ്മയായിട്ട് ഒതുങ്ങിക്കൂടിയ കാലം. അപ്പം ഞങ്ങളെ 3 കുഞ്ഞുങ്ങളാണ് അമ്മയ്ക്കുണ്ടായിരുന്നത്. അപ്പം ഞങ്ങളെ പഠിപ്പിക്കുക. പിന്നെ അമ്മ പങ്കജാക്ഷി അമ്മ, ശൂരനാട് പുളുന്താനത്ത് കുടുംബം എന്നാണ് അന്നത്തെ കുടുംബത്തിൻ്റെ പേര്. അത് പിൽക്കാലത്ത് കോൺഗ്രസിൻ്റെയൊക്കെ സമുന്നത നേതാവായിരുന്ന കുമ്പളത്ത് ശങ്കുപിള്ളയുടെ ഒരു അകന്ന ബന്ധുവിൻ്റെ മകളാണ് എൻ്റെ അമ്മ. അതുകൊണ്ട് തന്നെ ഒരു കോൺഗ്രസ് പശ്ചാത്തലം എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നും അത് പറയാം. അപ്പോൾ അമ്മ പങ്കജാക്ഷി അമ്മ. അപ്പോൾ എനിക്ക് 2 സഹോദരിമാരാണ് ഉള്ളത്. അതിലൊരാൾ പ്രസന്നകുമാരി, അവൾ വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥയായിരുന്നു, റിട്ടയർ ചെയ്തു. ഇളയാൾ സുഷമ ദേവി, അവൾ അധ്യാപികയായിരുന്നു, അവൾ റിട്ടയർ ചെയ്തു. എൻ്റെ ഭാര്യ KP ബീന, അവൾ സ്കൂൾ അധ്യാപികയായിരുന്നു, റിട്ടയർ ചെയ്തു. എനിക്ക് 2 മക്കൾ, ഹരികൃഷ്ണൻ, അവൻ ബാംഗ്ലൂരിലൊരു MNCയിൽ മാർക്കറ്റിംഗ് ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നു. മരുമകൾ അവൾ അശ്വതി, മോളിപ്പോൾ അയർലൻഡിലാണ്. ഷീസ് എ സയൻറ്റിസ്റ്റ്. അവൾക്ക് അയർലൻഡിൽ നിന്ന് PhD എടുത്തിട്ട് അവിടെ വർക്ക് ചെയ്തു. ഇളയ മകൾ അവൾ BEd കഴിഞ്ഞിട്ട് പതാരം ശാന്തിനികേതൻ സ്കൂളിൽ അധ്യാപികയായിട്ട് അവൾ ജോലി ചെയ്യുന്നു. ഇതാണ് എൻ്റെ ഫാമിലി പശ്ചാത്തലം. അപ്പോൾ അന്ന് KC സെബാസ്റ്റ്യൻ സാർ എന്ന് പറഞ്ഞ ഹിമാലയത്തിൽ നിന്ന് ഒരു ചെറിയ ഏതോ ഒരു ഔഷധച്ചെടിയുടെ ഒരു ഇലയും കൊണ്ട് ഞാൻ ചാടുകയാണ്. 1984 ആഗ്ര യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MSc കഴിഞ്ഞ് തിരിച്ചു വന്ന ഞാൻ കോളേജ് അധ്യാപനം എന്ന എൻ്റെ സ്വപ്നം മാറ്റിവെച്ചിട്ട് പത്രപ്രവർത്തനത്തിലേക്ക് വഴി തിരഞ്ഞെടുത്ത്
ഞാൻ ടെസ്റ്റുകൾ ചെയ്തത്. അന്ന് ഇന്നത്തെ കണക്കല്ല. 1980 അല്ലെ 90 വരെ പത്ര ഓഫീസുകളിലെ പത്രപ്രവർത്തകരുടെ നിയമനം വളരെ സങ്കീർണമായിരുന്നു. അന്ന് എഴുത്ത് പരീക്ഷയുണ്ട്, ഗ്രൂപ്പ് ഡിസ്കഷനുണ്ട്, ഇൻ്റർവ്യൂ ഉണ്ട്. അതിനുശേഷം ലിസ്റ്റ് ഇട്ടിട്ട് ഏറ്റവും മിടുക്കരായ ഏറ്റവും യോഗ്യതയുള്ള 5 10 20 പേരെ അവർ സെലക്ട് ചെയ്യും. അവർക്ക് 2 വർഷത്തെ ട്രെയിനിങ്, 1 വർഷത്തെ പ്രൊബേഷൻ. ഈ 3 വർഷത്തിനിടയിൽ മാനേജ്മെൻറ്റ് തീരുമാനിക്കും അവർക്ക് വേണ്ടപ്പെട്ട ആളുകളാണ് അല്ലെങ്കിൽ ഈ പ്രൊഫഷന് പറ്റുന്ന ആളുകളാണെന്ന് മാനേജ്മെൻറ്റിന് ബോധ്യം വന്നാൽ അവർക്ക് നിയമനം കിട്ടും. ഇനി എനിക്ക് ഈ പണി പറ്റത്തില്ല എന്ന് ഈ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് സ്വയം പിരിഞ്ഞു പോകാൻ പറ്റും. അപ്പോൾ 3 വർഷങ്ങൾക്ക് ശേഷം അവർ ജോലിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അന്ന് 2 വർഷത്തെ ബോണ്ട് ഒപ്പിട്ട് കൊടുക്കണമായിരുന്നു. അതായത് ഈ കമ്പനിയിൽ, ഈ പത്രത്തിൽ ഞാൻ 2 വർഷം ജോലി ചെയ്തു കൊള്ളാം എന്ന് നമ്മൾ എഴുതി കൊടുക്കണമായിരുന്നു. 1986 ഞാൻ ദീപികയിൽ സബ് എഡിറ്റർ ട്രെയിനി ആയിട്ട് ഞാൻ ജോയിൻ ചെയ്യുന്നത്. 1988 എൻ്റെ ട്രെയിനിങ് പൂർത്തിയാകുന്നു. 1989 എൻ്റെ പ്രൊബേഷൻ പൂർത്തിയാകുന്നു. ഞാൻ 2 വർഷത്തെ കോൺട്രാക്റ്റ് ഒപ്പിട്ട് ഞാനവിടെ ജോലി പ്രവേശിക്കുന്നു. അന്ന് ജോലി പ്രവേശിക്കുമ്പോൾ ഇപ്പോൾ അത് തീർച്ചയായിട്ടും അത് നമ്മൾ ഭംഗേന്ദ്രനാണെങ്കിലും നമ്മൾ സൂചിപ്പിക്കേണ്ടതുണ്ട്. അന്ന് 1980 അവസാനം ഒരു കോളേജ് അധ്യാപകൻ്റെ, ജൂനിയർ കോളേജ് അധ്യാപകൻ്റെ ശമ്പളം മാസ ശമ്പളം 1500 രൂപയിൽ താഴെയാണ്. അന്ന് ദീപികയിൽ ഞാൻ എൻ്റെ പ്രൊബേഷൻ പൂർത്തിയാക്കിയ ഞാൻ ആദ്യം വാങ്ങിക്കുന്ന ശമ്പളം 1910 രൂപയാണ്. ഒരു ജൂനിയർ കോളേജ് അധ്യാപകൻ്റെ ശമ്പളത്തിൻ്റെ ഏകദേശം പകുതിയും കൂടെ കൂടുതൽ കിട്ടുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ അന്ന് ദീപികയിൽ ജോയിൻ ചെയ്യുന്നത്. പക്ഷേ ഇന്ന് ദീപികയിലായാലും മറ്റേത് പത്രത്തിലായാലും കൊണ്ടാടി അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ പത്രത്തിൽ ജോലി പ്രവേശിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന ശമ്പളം ഒരുപക്ഷെ കേരളത്തിലെ സർക്കാർ സർവീസിലെ ഒരു LD ക്ലർക്കിനോ അല്ലെങ്കിൽ ഒരു താഴ്ന്ന ലെവലിൽ ജോലി ചെയ്യുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ലഭിക്കുന്ന ശമ്പളത്തേക്കാൾ കുറഞ്ഞ ശമ്പളമായിരിക്കും. ചെറിയ പത്രങ്ങളിൽ അതുപോലും നമുക്ക് പറയാൻ പറ്റില്ല, നാമമാത്രമായ വേതനം. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അരക്ഷിതമായി ജോലി ചെയ്യുന്ന ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഇന്ന് ഞാനിപ്പോൾ പത്രപ്രവർത്തനത്തിനെ കാണുന്നതും ഞാൻ ഈ കസേരയിൽ ഞാൻ ഇരിക്കുന്നതും. അത് മറ്റൊരു കാര്യം, അത് പിന്നീട് പറയാം. അപ്പോൾ 1986 ഞാൻ ദീപികയിലേക്ക് വരുന്നത് ഒരു പത്രപ്രവർത്തനം അതൊരു മിഷനായിട്ടെടുത്തിട്ടല്ല. നമുക്കെല്ലാവർക്കും അറിയാം, സ്വാതന്ത്ര്യത്തിന് മുമ്പ് അല്ലെങ്കിൽ അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പ്, ഒരുപക്ഷെ അടിയന്തരാവസ്ഥ കാലം വരെയും പത്രപ്രവർത്തനം എന്ന് പറയുന്നത് ഒരു മിഷനായിരുന്നു, പ്രൊഫഷനായിരുന്നില്ല. അത് അവർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, ഒന്നിൽ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ രാഷ്ട്രീയം, അല്ലെങ്കിൽ സമരം, അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ, അല്ലെങ്കിൽ മറ്റങ്ങനെ പറയുന്ന തൊഴിലാളി പോലുള്ള പത്രങ്ങളൊക്കെ നമുക്കറിയാം. ഈ പത്രങ്ങൾക്കൊക്കെ ഒരു ആ പത്രം എന്തോ ഒരു ഉദ്ദേശത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട പത്രമാണ്. ആ സ്ഥാപിതമായ ഉദ്ദേശ ലക്ഷ്യത്തിന് ശേഷവും അവരത് വളർത്തിക്കൊണ്ടുപോരാനും പരിപോഷിപ്പിക്കാനുമാണ് ആ കാലഘട്ടങ്ങളിലെ ഓരോ പത്രവും നടത്തിയിരിക്കുന്നത്. 1980 ശേഷം കേരളത്തിൽ 1 ഡസനിലധികം പത്രങ്ങൾ പുതുതായിട്ട് വന്നു. ആ 1 ഡസനധികം പത്രങ്ങളിൽ ഒട്ടുമിക്കവും പൂട്ടിപ്പോയി. കാരണം അവയ്ക്ക് സ്ഥാപിതമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നില്ല. ഇപ്പം മലയാള മനോരമ പോലെ, അല്ലെങ്കിൽ ദീപിക പോലെ, അല്ലെങ്കിൽ മാതൃഭൂമി പോലെ, അല്ലെങ്കിൽ കേരളകൗമുദി പോലെ, ദേശാഭിമാനി പോലെ, വീക്ഷണം പോലെ, ജന്മഭൂമി പോലെ, ഇത് കണക്കുള്ള പത്രങ്ങൾക്കൊക്കെ സ്ഥാപിത ലക്ഷ്യങ്ങളുണ്ട്. പക്ഷേ അത്തരം സ്ഥാപിത ലക്ഷ്യങ്ങളില്ലാതെ വെറും ബിസിനസ് ലക്ഷ്യങ്ങളുമായിട്ട് വന്ന ഒട്ടനവധി പത്രങ്ങളുണ്ട്. ആ പത്രങ്ങളിൽ പലതും ഇന്നില്ല. കാരണം അവയ്ക്ക് ഫോർ വാട്ട്, വൈ, എന്തുകൊണ്ട്, എന്തിന് എന്നുള്ള ചോദ്യങ്ങൾക്ക് ആ പത്രങ്ങൾക്ക് ഉത്തരം കൊടുക്കാതെ വന്നപ്പോഴാണ് ആ പത്രങ്ങൾ നിലച്ചു പോയത്. അപ്പോൾ ദീപികയിൽ 1986 ഞാൻ ജോലി കയറുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ടെസ്റ്റ്, ഇൻ്റർവ്യൂ, ട്രെയിനിങ്, പ്രൊബേഷൻ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ അതിലേക്ക് വന്നതിന് ശേഷമാണ് പത്തനംതിട്ട ജില്ലാ ലേഖനായിരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാർഷിക സംബന്ധമായ ഒരു സ്റ്റോറിയിലൂടെ ബൈലൈൻ കിട്ടി ഞാൻ വരുന്നത്. അപ്പോൾ അന്നത്തെ ആ ബൈലൈൻ എനിക്ക് കിട്ടുമ്പോൾ എൻ്റെ ഡെസ്കിലുണ്ടായിരുന്ന എൻ്റെ ഗുരുക്കന്മാർ, അന്ന് റവറൻഡ് ഫാദർ വിക്ടർ നെരുവേലിയായിരുന്നു പത്രത്തിൻ്റെ മാനേജിങ് എഡിറ്റർ. വിക്ടറച്ചനെ നമുക്ക് പലർക്കും അറിയാം. അദ്ദേഹം ഇന്ദിരാഗാന്ധിയുടെ മുമ്പിൽ പോലും പകച്ചു നിൽക്കാതെ പോയ, അല്ലെങ്കിൽ ധൈര്യത്തോടെ വീറോടെ വാദിച്ചു നിന്ന് ജയിച്ചിട്ടുള്ള ഒരു പത്രാധിപരായിരുന്നു. അതിനുമുമ്പ് ഫാദർ കൊളംബിയർ എടുത്ത് ഒരിക്കൽ ഇന്ദിരാഗാന്ധിയുടെ പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ PC അലക്സാണ്ടർ പറഞ്ഞു, ദീപികയിൽ കുടുംബാസൂത്രണം സംബന്ധിച്ചുള്ള പരസ്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ദീപികയുടെ ഇതപര്യന്തമുള്ള മുഴുവൻ കടബാധ്യതകളും എഴുതിത്തള്ളുന്ന തരത്തിലുള്ള പരസ്യങ്ങൾ തന്ന് ഞങ്ങൾ സഹായിക്കാം. പക്ഷേ ദീപിക കുടുംബാസൂത്രണത്തിനെ പ്രോത്സാഹിപ്പിക്കണം. പക്ഷേ ദീപിക കത്തോലിക്ക സമുദായത്തിൻ്റെ മുഖപത്രമാണ്. കത്തോലിക്ക സമുദായത്തിൻ്റെ സമൂഹത്തിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പൽ തന്നെ കുടുംബാസൂത്രണത്തിൻ്റെ അഗൻസ്റ്റാണ്. മണൽത്തരികൾ പോലെ മക്കളുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്ന ഒരു സമൂഹമാണ്. അപ്പോൾ അതിന് മറുപടിയായിട്ട് കുടുംബാസൂത്രണ പരസ്യങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഫാദർ കൊളംബിയർ അന്ന് PC അലക്സാണ്ടറോട് പറഞ്ഞത്, എങ്കിൽ പിന്നെ ദീപിയെ ഞാൻ അടച്ചു പൂട്ടിക്കൊള്ളാം, ദീപിയുടെ സ്ഥാപിത ലക്ഷ്യം ഇല്ലാതായിപ്പോവും എന്ന് പറഞ്ഞ് ആ കൂറ്റൻ പരസ്യ എമൗണ്ട് നിരസിച്ച ഒരു പത്രമാണ് ദീപിക. അതിൻ്റെ പത്രാധിപന്മാരും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ദീപിയെ ജോയിൻ ചെയ്യുന്ന കാലത്ത് ഫാദർ ജോസ് പന്തപ്ലാന്തൊട്ടിയിലാണ് പത്രത്തിൻ്റെ ചീഫ് എഡിറ്റർ.
ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഇന്നത്തെ തലമുറയിൽ കേരളത്തിലെ ഏത് പത്രമെടുത്താലും, മലയാള മനോരമയായാലും മാതൃഭൂമിയായാലും കേരളകൗമുദിയായാലും ദേശാഭിമാനി ഒഴികെ മറ്റേത് പത്രങ്ങളെടുത്താലും അവിടങ്ങളിൽ നിർണായകമായ പല തസ്തികകളിലും ഇരിക്കുന്ന എഡിറ്റോറിയൽ പ്രമുഖന്മാരെല്ലാവരും ദീപികയുടെ കളരിയിൽ നിന്ന്, അല്ലെങ്കിൽ ദീപികയുടെ സ്കൂളിൽ നിന്ന്, അല്ലെങ്കിൽ ദീപിക എന്ന ആ കളരി മുറ്റത്ത് നിന്ന് ഇതിൻ്റെ പത്രപ്രവർത്തനത്തിൻ്റെ അക്ഷരം പഠിച്ച് പുറത്തു പോയവരാണ്. 5 വർഷത്തോളം ദീപികയിൽ ഈ 3 വർഷത്തെ ട്രെയിനിങ്ങും പ്രവേശനവും കഴിഞ്ഞിട്ട് പുറത്ത് വന്ന് ഒരു 5 വർഷത്തോളം ഞാൻ ദീപികയുടെ പത്തനംതിട്ട ലേഖകനായിട്ടും കൊല്ലം ലേഖകനായിട്ടും വളരെ കുറച്ചു കാലം കോഴിക്കോട് ലേഖകനായിട്ടും കുറച്ചു കാലം എറണാകുളം ലേഖകനായിട്ടും കുറച്ച് കൂടുതൽ കാലം കോട്ടയം ലേഖകനായിട്ടും തിരുവനന്തപുരത്തും ഒക്കെയായിട്ടും പല സ്ഥലങ്ങളിലും ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ സംസ്ഥാന സ്കൂൾ യുവജനോത്സവം, സംസ്ഥാന കായിക കലോത്സവം, സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെൻറ്റ്, ദേശീയ ഗെയിംസ്, ഇങ്ങനെ വരുന്ന ചില പ്രധാനപ്പെട്ട സംഭവങ്ങളിലെ ഇതിലെ ഉപലേഖനമായിട്ട് അതിനൊക്കെ ഒരു ബന്ധപ്പെട്ട സെക്ഷനിലെ ഏറ്റവും മിടുക്കന്മാരായിട്ടുള്ള ആളുകൾ, സീനിയറായിട്ടുള്ള 1-2 ആളുകളുണ്ടാവും. പക്ഷേ അവർക്കൊപ്പം ആ ടീമിലുണ്ടായിരുന്നു എന്ന് മാത്രമാണ് എനിക്കുണ്ടായിരുന്ന ഒരു സവിശേഷത. പക്ഷേ 1988 ജൂലൈ 8 പെരുമൺ തീവണ്ടി ദുരന്തമുണ്ടായപ്പോൾ അന്ന് പത്തനംതിട്ടയിൽ നിന്ന് ഒരു സ്പെഷ്യൽ അസൈൻമെൻറ്റുമായിട്ട് എന്നെ കൊല്ലത്തേക്ക് വിട്ടു. എത്രയും പെട്ടെന്ന് ഒരു ടാക്സി വിളിച്ച് കൊല്ലത്ത് പോവുക, എന്നിട്ട് കൊല്ലത്ത് നിൽക്കുക. ഇതായിരുന്നു അന്ന് എനിക്ക് കിട്ടിയ നിർദ്ദേശം. ആ സംഭവത്തോടെ അങ്ങനെയാണ് ഞാൻ കൊല്ലത്ത് വരുന്നത്. ശരിക്കും 1988 പെരുമൺ തീവണ്ടി ദുരന്തം ത്തിൻ്റെ റിപ്പോർട്ടിംഗാണ് CP രാജശേഖരൻ എന്ന് പറഞ്ഞ ഈ രണ്ടാമത്തെ രാജശേഖരനെ കേരളത്തിൽ ഒരു മേലുല്ലാസം ഉണ്ടാക്കി കൊടുത്തത് എന്ന് ഞാൻ ഇന്നും ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം അന്ന് കൊല്ലത്തുണ്ടായിരുന്ന എല്ലാം വളരെ പ്രഗത്ഭന്മാരായ പത്രപ്രവർത്തകരാണ്. അപ്പം അടൂർ ബാലൻ, B. ലക്ഷ്മണൻ, PK തമ്പി, വെച്ചൂച്ചിറ മധു, ചാത്തുണ്ണൂർ മോഹൻ, K. സുന്ദരേശൻ, അല്ലെങ്കിൽ മാതൃഭൂമി തന്നെ തേവള്ളി ശ്രീകണ്ഠൻ, മനോരമയിൽ R. രാജീവ് തുടങ്ങി, E. സോമനാഥ് തുടങ്ങി വമ്പന്മാരുടെ, ദേശാഭിമാനിയിൽ RS ബാബു, ജനയുഗത്തിൽ PS സുരേഷ്, മംഗളത്തിൽ M. ഉപേന്ദ്രൻ, PT ഏജൻസിയിൽ K. ഭാസ്കരൻ, A. ശർമ്മ, അങ്ങനെ നമുക്ക് കേരളത്തിലെ കൊണ്ടാടിയ വമ്പൻ ജേർണലിസ്റ്റുകളുടെ ഒരു കൊടുങ്കാട്ടിലേക്കാണ് ഒരു പൂച്ചയേക്കാൾ ശക്തി കുറഞ്ഞ ബലഹീനനായ ഞാൻ കടന്നു വരുന്നത്. പക്ഷേ അവരുടെ ഇടയിൽ അവരുടെ സഹായത്തോടെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പെരുമൺ തീവണ്ടി ദുരന്തം റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോഴൊക്കെയും അവരെന്നെ വളരെ കൂടുതൽ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ആവശ്യമായ വിവരങ്ങൾ തന്നവർ സഹായിച്ചിട്ടുണ്ട്. അപ്പം അതിൽ നമുക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞാൽ, പത്രപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ധനം, അവൻ്റെ ബാങ്ക് ബാലൻസ് 0 ആയാലും ഒരു കുഴപ്പമില്ല. അവൻ്റെ വസ്ത്രധാരണ എത്ര അലസമായാലും അവന് ഒരു കുഴപ്പമില്ല. അവൻ്റെ കയ്യിലിരിപ്പ് എത്ര മോശമായാലും അവന് കുഴപ്പമില്ല. പക്ഷേ അവൻ്റെ കോണ്ടാക്റ്റുകൾ, അവൻ്റെ ബന്ധങ്ങൾ, ആ ബന്ധങ്ങൾ ഉയരും തോറും അവൻ്റെ പവർ കൂടിക്കൊണ്ടേയിരിക്കും. ഈ കൊല്ലത്ത് വന്ന് ഈ പറഞ്ഞ മഹാരഥന്മാരായിട്ടുള്ള മഹാപ്രതിഭകളായിട്ടുള്ള പത്രപ്രവർത്തകരുമായിട്ട് എനിക്ക് സ്ഥാപിച്ചെടുക്കാൻ പറ്റിയ സൗഹൃദമാണ് ഒരുപക്ഷെ ഞാനെന്ന പത്രപ്രവർത്തനെ വളരാൻ പ്രേരിപ്പിച്ചത്, അല്ലെങ്കിൽ ഞാനെന്ന പത്രപ്രവർത്തന് ഒരു സ്റ്റാമ്പ് കിട്ടാൻ ഇടയാക്കിയത് എന്ന് ഞാൻ പറയുന്നു. അങ്ങനെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇവരാരുമായിട്ടും ഞാൻ കലഹിച്ചിട്ടില്ല, അവരാരും എന്നോടും കലഹിച്ചിട്ടില്ല. ഇന്നും ആ കലഹമില്ലാത്ത ഒരു സാമൂഹ്യമായ അന്തരീക്ഷം ഞാനും ഇന്നത്തെ തലമുറയിലുള്ള ആളുകളും കാത്തു സൂക്ഷിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഇന്നും എനിക്ക് 63 വയസ്സുണ്ട്, എനിക്ക് ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്. അന്ന് ഞാൻ ദീപികയിൽ ഉണ്ടാകുമ്പോൾ ഈ പറഞ്ഞ എൻ്റെ ഓർമ്മ, ആദ്യത്തെ എൻ്റെ പരമ്പര പെരുമൺ തീവണ്ടി ദുരന്തത്തിൻ്റെ അപകടത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ചായിരുന്നു. അതിൽ ഒരുപാട് അന്നത്തെ എൻ്റെ പരിചയക്കുറവ്, അന്നത്തെ എൻ്റെ പ്രായക്കുറവ്, എൻ്റെ പക്വതക്കുറവുണ്ടൊക്കെ അബദ്ധങ്ങളൊക്കെ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കണ്ടെത്തലുകളൊന്നും എല്ലാം 100% ശരിയായിരുന്നു എന്ന് പറയുന്നില്ല. പക്ഷേ ഒരു ഒരു തീവണ്ടി ദുരന്തത്തിലേക്ക് നയിക്കാൻ സാധ്യമായ സാഹചര്യം, അന്നാണ് സേഫ്റ്റി കമ്മീഷണറുടെ കുപ്രസിദ്ധമായ ടൊർണാഡോ ദുരന്തത്തെക്കുറിച്ചുള്ള സംഗതി. അപ്പോൾ ടൊർണാഡോ ഒരു കള്ളക്കഥയാണ്, അതല്ല സത്യം എന്ന് സ്ഥാപിക്കാൻ പറ്റി. അത് ഞാൻ മാത്രമല്ല, KG ജ്യോതിർഘോഷ്, R. ഗോപികൃഷ്ണൻ തുടങ്ങിയ ആളുകളും ഇതേ കണക്ക് പരമ്പരകൾ എഴുതി അവർ പ്രസിദ്ധി നേടിയ ആളുകളാണ്. പക്ഷേ എനിക്കും അവരോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഇന്ത്യൻ റെയിൽവേയുടെ സേഫ്റ്റി കമ്മീഷണർ പറഞ്ഞത് കള്ളമാണ്, അതല്ല ശരി, ഇതിന് മറ്റ് സാങ്കേതിക തകരാറുണ്ടായിരുന്നു, പാളത്തിന് കുഴപ്പമുണ്ടായിരുന്നു, എഞ്ചിന് കുഴപ്പമുണ്ടായിരുന്നു, അത് ഓപ്പറേറ്റ് ചെയ്തതിന് കുഴപ്പമുണ്ടായിരുന്നു, ഇത് സാങ്കേതിക പരാജയം കൊണ്ട്, പിഴവുകൾ കൊണ്ട് സംഭവിച്ച ഒരു ദുരന്തമാണ് എന്ന് പറഞ്ഞ് പരമ്പര എഴുതി ഫലിപ്പിക്കാൻ എനിക്ക് പറ്റി. പക്ഷേ ആ പരമ്പര പിൽക്കാലത്ത് എന്നെ വളരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയോ സഹായിക്കുകയോ ചെയ്തിട്ടുണ്ട്. ആ പരമ്പരയ്ക്ക് എനിക്ക് അവാർഡ് കിട്ടിയില്ലെങ്കിലും എൻ്റെ ഓർമ്മയിൽ ഒരു 20ഓളം പരമ്പരകൾ ഞാൻ ദീപികയിൽ പിൽക്കാലത്ത് 1990-91 വരെയാണ് ഞാൻ ദീപികയിൽ മാത്രം ജോലി ചെയ്തത്. ആ ദീപികയിൽ മാത്രം ജോലി ചെയ്ത ആ കാലം 86-88 മുതൽ ഈ 91 വരെ ഒരു അര ഡസൻ പരമ്പരകളിൽ ദീപികയിൽ എഴുതി. 91ലാണ് ഈ കേരളത്തിൽ തന്നെ
ഏറ്റവും പുതിയൊരു പരിഷ്കാരം അല്ലെങ്കിൽ വായനാ സംസ്കാരത്തെ മാറ്റിമറിച്ച രാവിലത്തെ പത്രവായന, പ്രഭാത വായന എന്ന പത്ര സംസ്കാരത്തെ സായാഹ്ന പത്രവായന എന്നൊരു അവസ്ഥയിലേക്ക് മാറ്റിയത് എൻ്റെ കാലത്താണ്. അത് ഞാനൊരു അഹങ്കാരത്തോടെ അല്ല, എളിമയോടും അതേസമയം അല്പം അഹങ്കാരത്തോടും കൂടി പറയണം. അതുവരെ നിരവധി അന്തിപ്പത്രങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഈ അന്തിപ്പത്രങ്ങൾ ഓരോരോ ടൗണുകൾ കേന്ദ്രീകരിച്ച് ആ ടൗണിൽ മാത്രം, അതും അശ്ലീല കഥകൾക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും മാത്രം പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു ഒട്ടും ഗൗരവമല്ലാത്ത, ഒട്ടും സത്യസന്ധമല്ലാത്ത വാർത്തകളെ കൊണ്ട് നിറയ്ക്കുന്ന സ്റ്റാൻഡേർഡ് കുറഞ്ഞ, നിലവാരം കുറഞ്ഞ സായാഹ്ന പത്രങ്ങളായിരുന്നു ആ കാലഘട്ടം വരെ ഉണ്ടായിരുന്നു. 1991 ഡോക്ടർ പി.കെ. എബ്രഹാം ദീപികയുടെ മാനേജിംഗ് എഡിറ്ററായിട്ട് ചുമതല ഏൽക്കുമ്പോഴാണ് രാഷ്ട്രദീപിക എന്ന പേരിലൊരു പുതിയ പത്രം, ഈവനിംഗ് പത്രം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നത്. അപ്പം ആ പത്രത്തിൻ്റെ ആ തുടക്കത്തിൽ മറ്റ് ചിലരെയാണ് അതിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചെങ്കിലും 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ പൂർണ്ണമായ ചുമതല എന്നെ ഏൽപ്പിച്ചു. അന്ന് ഞാൻ ചുമതല ഏൽക്കുമ്പോൾ രാഷ്ട്രദീപിക്ക് കോട്ടയത്തും കൊച്ചിയിലും മാത്രമായിരുന്നു എഡിഷൻ, തൃശ്ശൂരിലും മാത്രമായിരുന്നു 3 എഡിഷനാണ് ഉണ്ടായിരുന്നത്. 6 വർഷം കൊണ്ട് 11 ജില്ലകളിൽ 11 എഡിഷൻ ഉണ്ടാവുകയും സൗത്ത് ഇന്ത്യയിൽ അതിന് ഏറ്റവും പ്രചാരമുള്ള ഈവനിംഗ് പത്രമാക്കി അതിനെ മാറ്റിയെടുക്കാനും പറ്റി. എന്ന് മാത്രമല്ല, ഒരു മോർണിംഗ് പത്രത്തിന് വേണ്ട എല്ലാ ചേരുവകളും, എഡിറ്റോറിയൽ പേജുകളടക്കം, അതേസമയം ദീപികയുടെ വ്യവസ്ഥാപിതമായ നയങ്ങൾക്ക് എഗൻസ്റ്റായിട്ടുള്ള വാരഫലം, പിന്നെ അശ്ലീല ചിത്രങ്ങൾ അല്ലെങ്കിൽ സെമി അശ്ലീല ചിത്രങ്ങൾ തുടങ്ങിയ സമ്പ്രദായങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. വായനയെ ആകർഷിക്കാൻ പറ്റുന്ന പമ്മൻ്റെ ഭ്രാന്ത് പോലുള്ള നോവലിനെ അനുകരിക്കുന്ന തരത്തിലുള്ള ഭാഷയും അല്ലെങ്കിൽ അതിനകത്ത് വിഷയങ്ങളും വിഭവങ്ങളും നിരത്തി ആ പത്രത്തെ സാധാരണക്കാരായ ആളുകൾക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു പത്രം, അന്ന് അതിൻ്റെ എഡിറ്റർ ഇൻചാർജ്, അതിൻ്റെ മുഖ്യ പത്രാധിപർ ഞാനായിരുന്നു. 10 വർഷത്തോളം, 1 ദശാബ്ദത്തോളം ഞാൻ ആ പത്രത്തെ നയിച്ചു. ആ 1 വർഷം കൊണ്ടാണ് കേരളത്തിൽ, അതിനുശേഷമാണ് ഫ്ലാഷ് അടക്കമുള്ള പത്രങ്ങൾ കടന്നു വരുന്നതും മറ്റ് പല പ്രമുഖങ്ങളായിട്ടുള്ള പത്രങ്ങളും പിൽക്കാലത്ത് വന്നു. പക്ഷേ ആ പത്രങ്ങളിലേക്ക് ഒരു അന്ന് അവരൊരു മോഡലായിട്ട് കണ്ടതും മുഖ്യ ശത്രുവായിട്ട് കണ്ടതും എതിർത്ത് തോൽപ്പിക്കേണ്ടതാണ് എന്ന് അവർ തീരുമാനിക്കുന്നതുമായ ഒരു പത്രം, സായാഹ്ന പത്രം രാഷ്ട്രദീപിക തന്നെയായിരുന്നു. അപ്പോൾ ആ ചലഞ്ച് ഏറ്റെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ പത്രപ്രവർത്തന ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു നേട്ടമെന്നല്ല, ഞാൻ അവകാശപ്പെടുന്ന എൻ്റേതായ ഒരു സംഭാവന. കേരളത്തിൻ്റെ സായാഹ്ന വായനയുടെ രീതി മാറ്റാൻ പറ്റി, അല്ലെങ്കിൽ സായാഹ്ന വായനാ സംസ്കാരത്തിനൊരു പുതിയ സമ്പ്രദായം കൊണ്ടുവരാൻ പറ്റി. സായാഹ്ന പത്രം എന്ന് പറഞ്ഞൊരു സാധനം കേരളത്തിൻ്റെ അവിഭാജ്യമായ ഒരു സമ്പ്രദായമായി മാറാൻ പറ്റി. കോവിഡ് എന്ന് പറഞ്ഞൊരു മഹാമാരിക്കാലം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ന് രാഷ്ട്രദീപികയായാലും ഫ്ലാഷ് ആയാലും ഇത്തരം പത്രങ്ങളൊക്കെ അതൊരു ഇന്നത്തെ അവസ്ഥയിൽ നിന്നൊക്കെ എത്രയോ കാലം മുകളിൽ വന്ന് അത് വലിയ വമ്പൻ പ്രസ്ഥാനങ്ങളായി മാറുമായിരുന്നു. പക്ഷേ കോവിഡ് കാലത്തെ അടച്ചിടൽ സമ്പ്രദായത്തിലൂടെയാണ് ആ പത്രങ്ങളുടെ പ്രചാരം നിലച്ചു പോയതും പ്രസക്തി നഷ്ടപ്പെട്ടു പോയതും. അപ്പം ആ ഒരു വായനാ സംസ്കാരം മാറ്റിയെടുക്കാൻ സഹായിച്ച കേരളത്തിലെ മാധ്യമപ്രവർത്തകരിൽ ഒരാളാണ് എളിയവനായ ഞാൻ എന്ന് ഞാനതിൽ അഭിമാനിക്കുന്നു. നമ്മൾ കേരള ശബ്ദം പോലെയുള്ള മാഗസിനുകൾ കേരളത്തിൽ വന്ന സമയത്ത് മറ്റ് മാഗസിനുകളിനെ അപേക്ഷിച്ച് അതിനകത്ത് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള ഒരു മാഗസിനാണ്. ഇപ്പോൾ കലാകൗമുദി, മാതൃഭൂമി പോലെയുള്ള ലിറ്റററി മാഗസിനുകളിൽ നിന്ന് ഇതും ലിറ്റററി മാഗസിൻ തന്നെയായിരുന്നു കേരള ശബ്ദവും കുങ്കുമവും ഒക്കെ അതേ കണക്കുള്ള തന്നെ വലിയ സ്വാധീനമുള്ള മാഗസിനുകളൊക്കെ തന്നെയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും കേരള ശബ്ദത്തിൻ്റെ ചില ചേരുവകൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതൃഭൂമിയിൽ നിന്നോ അല്ലെങ്കിൽ കലാകൗമുദിയിൽ നിന്നോ ഒക്കെ വ്യത്യസ്തമായ ഒരു ലൈനാണ് അവർ സ്വീകരിച്ചത്. അപ്പോൾ ഒരു സമ്പൂർണ്ണമായ ഒരു ഗൗരവമേറിയ ഒരു വായനയ്ക്ക് മനോരമയും മാതൃഭൂമിയും കേരളകൗമുദിയും ദീപികയും മാധ്യമവും ഒക്കെ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഒരു സമ്പൂർണ്ണമായ ഒരു ഗൗരവമേറിയ വായനയ്ക്ക് വൈകിട്ടായാലും പോലും പ്രസക്തിയില്ല. വൈകുന്നേരത്തെ വാർത്തകൾ എന്ന് പറഞ്ഞാൽ അത് ഒരു ലീഷർ അല്ലെങ്കിൽ ഈസി വായനയായിരിക്കണം. അപ്പോൾ ആ ഈസി വായന ആയിരിക്കും വേണം. അതേസമയം അവൻ ഇൻഫർമേഷൻ, വിവരങ്ങൾ, അല്ലെ അവന് ഒരു നാളത്തെ പത്രത്തിൽ വരുന്നത് വരെ കാത്തിരിക്കേണ്ടതില്ല, നിനക്ക് ഇന്ന് തന്നെ സംഗതി തന്നേക്കാം എന്ന് പറയുന്ന ഒരു ബോണ്ടുണ്ട് വായനക്കാരനും പത്രവും പത്രാധിപരും തമ്മിലുള്ള ബോണ്ട്. അപ്പോൾ ആ ബോണ്ട് പ്രധാനമായിട്ടും നമ്മൾ സാധിച്ചു കൊടുക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് അവൻ്റെ ഇക്കിളിപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവൻ്റെ മൃദുല വികാരങ്ങളെ ഒന്ന് തൊടുന്ന ഒരു സാധനം, അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു രാഷ്ട്രദീപികയുടെ പിന്നാമ്പുറത്ത് ബാക്ക് പേജിൽ ഡ്രീം ഗെയിൽ എന്ന് പറഞ്ഞൊരു പരീക്ഷണം ഞങ്ങളൊന്ന് നടത്തിയത്. ഈ ഡ്രീം ഗേളിനെ കാണാൻ വേണ്ടി രാഷ്ട്രദീപിക വാരിക്കാരുടെ ഒരു 10% ആളുകളെങ്കിലും, ചെറുപ്പക്കാരായ ആളുകൾ, പ്രത്യേകിച്ചും ചന്തകളും കവലകളും കേന്ദ്രീകരിച്ചിരിക്കുന്ന ആളുകൾ, ഈ ഡ്രീം, അന്നത്തെ കാലത്ത് ഗൂഗിളില്ല, അന്നത്തെ കാലത്ത് TV ചാനലുകളില്ല, അന്നത്തെ കാലത്ത് സിനിമാ തിയേറ്ററുകളിൽ
സിനിമകൾക്കിടയിൽ സെക്കൻഡ് ഷോയ്ക്കോ അല്ല അതിന് ശേഷം വരുന്ന ഷോകൾക്കോ ഇടുന്ന തുണ്ട് പീസുകളല്ലാതെ വേറെ ഒരു പെൺകുട്ടിയുടെ ഒരു സെമി സെക്സ് പടം പോലും കാണാനുള്ള അവസരം ഇല്ലാത്ത സാഹചര്യത്തിലാണ് എന്താണ് നമ്മുടെ നീന്തൽക്കുളങ്ങളിലുള്ള സ്വിമ്മിങ് സ്യൂട്ടുകൾ ഇട്ടുകൊണ്ടുള്ള പെൺകുട്ടികളുടെ, അതും കേരളത്തിന് പുറത്തുള്ള കുട്ടികളുടെ പടങ്ങൾ വലിയ തോതിൽ അത് അസാമാന്യമായ വലിപ്പത്തിലാണ് അച്ചടിച്ചു വരുന്നത്. അത് ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ അവരുടെ ബെഡ്റൂമുകളിൽ ദിവസങ്ങളോളം സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് പിന്നീട്. അപ്പോൾ ആ പടത്തിൻ്റെ സെലക്ഷനിൽ പരാജയം വന്നാൽ അല്ലെങ്കിൽ അതിനകത്ത് ചൂട് ശകലം കുറഞ്ഞു പോയാൽ അതിൻ്റെ പേരിൽ പത്രത്തിൻ്റെ എണ്ണം കുറഞ്ഞു പോകുന്ന ഒരു കാലാവസ്ഥ ആ സാഹചര്യങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പം അത് ശരിയോ തെറ്റോ എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ ടേസ്റ്റ്, അത്തരം ടേസ്റ്റുകൾ നല്ലതാണോ എന്ന് AK ആന്റണി ചാരായം നിരോധിച്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു ചാരായ നിരോധനം തെറ്റിപ്പോയി എന്ന് പറഞ്ഞതുപോലെ തെറ്റായ തീരുമാനമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ അന്നത്തെ കാലഘട്ടത്തിൽ, അന്ന് ഞാനും ചെറുപ്പമാണ്, അപ്പോൾ എൻ്റെ ചെറുപ്പത്തിൻ്റെ ഒരു ആവേശത്തിലും വികാരത്തിലും അന്നത്തെ മാനേജ്മെൻറ്റിൻ്റെ സമ്മർദ്ദത്തിലും അവരുടെ പ്രോത്സാഹനത്തിലും ഡോക്ടർ PK എബ്രഹാമിൻ്റെ വളരെ ശക്തിയേറിയ നിർദ്ദേശത്തിലും ഒക്കെ ആ പടങ്ങളും അതിനോടൊപ്പം അടുത്ത് നിങ്ങളുടെ നാളെ എന്ന പേരിൽ അതൊരു വ്യാജനായിരുന്നു. അത് ഡോക്ടർ റാം എന്ന പേരിൽ ഞാൻ വെളിപ്പെടുത്തുന്ന അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. അതുകൊണ്ട് തന്നെ വെളിപ്പെടുത്തുന്നതിൽ ന്യായം കുറവുണ്ടെങ്കിലും ഞാൻ പറയുന്നു അത് ഡോക്ടർ PK എബ്രഹാം തന്നെ അദ്ദേഹത്തിൻ്റെ സ്വന്തം പേരിൽ തയ്യാറാക്കിയ ജ്യോതിഷത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ജ്യോതിഷ ഒന്നുമില്ലാതിരുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയ അല്ലെങ്കിൽ നാളെ അങ്ങനെ സംഭവിക്കാം എന്ന് തോന്നുന്ന ഒരു സാധനം അദ്ദേഹം എഴുതി. പക്ഷേ അത് ലക്ഷക്കണക്കായ വായനക്കാരെ സ്വാധീനിച്ച ഒരു കോളമായിട്ട് മാറി. അപ്പം ചില സാധനങ്ങൾ വായനക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയോ അന്യായമായി വായനക്കാരെ സ്വാധീനിക്കുകയോ ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ ആ കോളത്തിലൂടെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ദീപികയിൽ നിന്ന് മാറി രാഷ്ട്രദീപികയിലേക്ക് വന്ന ആ സമയത്താണ് ഈ പറഞ്ഞൊരു വായനാ സംസ്കാരം മാറുന്നു. ആ വായനാ സംസ്കാരത്തോടൊപ്പം തന്നെ എൻ്റെ സംസ്കാരത്തിലും അല്ലെങ്കിൽ എൻ്റെ എഴുത്തിൻ്റെ സംസ്കാരത്തിലും ഒരു മാറ്റം സംഭവിച്ചു. ഞാൻ രാഷ്ട്രദീപികയുടെ എഡിറ്ററായിരിക്കുന്ന സമയത്ത് എനിക്ക് പകൽ എൻ്റെ ജോലി രാവിലെ 8 മണിക്ക് അല്ലെങ്കിൽ 9 മണിക്ക് തുടങ്ങുന്നു, വൈകുന്നേരം ഒരു 4 മണിക്ക് അവസാനിക്കുന്നു. അപ്പം 4 മണിക്കും 5 മണിക്കും ഇടയ്ക്ക് എനിക്ക് വീട്ടിലെത്താൻ പറ്റും. അതിനുശേഷം രാത്രി 10 11 മണി വരെയുള്ള സമയം എനിക്ക് ഫ്രീ ആണ്, ഞാൻ വളരെ സ്വതന്ത്രനാണ്. ആ സമയത്താണ് മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയിലേക്ക് തിരിഞ്ഞാലോ എന്ന് ഒരു ചിന്ത വരുന്നത്. ആ സമയത്ത് ദീപികയ്ക്ക് ആഴ്ചപ്പതിപ്പുണ്ട്. അന്നത്തെ ദീപിക ആഴ്ചപ്പതിപ്പിലേക്ക് ഒരു വളരെ പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ, അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല, അദ്ദേഹം ജീവിച്ചിരിപ്പുള്ളതുകൊണ്ട് ഒരു നോവൽ വാഗ്ദാനം ചെയ്തിരുന്നു. അതിനുവേണ്ടി അദ്ദേഹത്തിന് കുറച്ച് പണവും കൊടുത്തിരുന്നു. പക്ഷേ ആ പണം കൈപ്പറ്റിയ ശേഷം അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു വാരികയിൽ എഴുതിയ ഒരു നോവല്, ഒരു തുടർക്കഥ ദീപികയ്ക്ക് തരികയും അത് 2-3 ലക്കം പ്രസിദ്ധപ്പെടുത്തി കഴിഞ്ഞപ്പോൾ വായനക്കാരുടെ ഭാഗത്തുനിന്ന് ഭയങ്കര പരാതി വരികയും ഇത് നേരത്തെ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള ഒരു നോവലാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കട്ടിങ്ങുകളായി ചെയ്യുകയും ചെയ്തു. അപ്പോൾ അന്നത്തെ പത്രാധിപ സമിതിയിൽ യോഗം കൂടി ഈ നോവൽ അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞു. പക്ഷേ ഒരു നോവൽ, ഒരു മാന്ത്രിക നോവൽ വേണം, ഇതുണ്ടെങ്കിലേ ഓടുകയുള്ളൂ എന്നൊരു തീരുമാനം വന്നപ്പോൾ അന്ന് ഡോക്ടർ PK എബ്രഹാം മാനേജിങ് എഡിറ്ററാണ് എന്നോട് ഒരു നോവൽ എഴുതാമോ എന്നൊരു ചോദ്യം ചോദിക്കുന്നത്. അതിന് പ്രോത്സാഹനം തന്നത് അന്നത്തെ ആഴ്ചപ്പതിപ്പിൻ്റെ എഡിറ്റർ ഇൻ ചാർജായിട്ട് ജോർജ് ജോസഫ് എന്ന് പറഞ്ഞ എൻ്റെ പ്രിയ സുഹൃത്താണ്. അപ്പോൾ ജോർജ് ജോസഫിൻ്റെ പ്രോത്സാഹനവും ഡോക്ടർ PK എബ്രഹാമിൻ്റെ പിന്തുണയും, നീ അങ്ങനെ ഒരു നോവൽ എഴുതുകയാണെങ്കിൽ 500 രൂപ ആഴ്ചയിൽ, ഒരു ലക്കത്തിന് 500 രൂപ പ്രതിഫലം തരാം എന്ന് എനിക്ക് ഉറപ്പ് വരികയും ചെയ്തു. അന്ന് എൻ്റെ ശമ്പളം 6000 രൂപയാണ്. ഒരു മാസം ഞാൻ വാങ്ങിക്കുന്ന ശമ്പളം 1991, 92 കാലഘട്ടങ്ങളിൽ ഞാൻ വാങ്ങിക്കുന്ന 6000 രൂപ ശമ്പളമാണ്. അപ്പം 500 രൂപ ഒരാഴ്ച കിട്ടുന്ന ഒരു മാസം 2000 മുതൽ 2500 വരെ കിട്ടും. അത് അന്നത്തെ ഒരു വലിയ എമൗണ്ടാണ്. ആ എമൗണ്ട് മുന്നിൽ കണ്ടുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു എഴുതാമെന്ന് ഞാൻ സമ്മതിച്ചു. പക്ഷേ രജനീമുഖം എന്ന ആ നോവൽ അന്ന് ആ കാലഘട്ടത്തിൽ മലയോര മേഖലകളിലും ദീപികയുടെ വായനക്കാരുടെ ഇടയിലും വളരെ കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റുകയും വളരെ നല്ല നിലയിൽ അത് വായിക്കപ്പെടുകയും ആ വായനയുടെ ഒരു ആകർഷകത്വം കൊണ്ടാവാം DC ബുക്സ് അന്ന് എനിക്ക് 30 വയസ്സ് താഴെ അല്ല 30-35 വയസ്സ് താഴെ പ്രായമുള്ളൂ. ആ പ്രായത്തിൽ എൻ്റെ ഒരു പുസ്തകം പ്രസിദ്ധപ്പെടുത്താം എന്ന് സാക്ഷാൽ DC കിഴക്കേമുറി സാറ് ജീവിച്ചിരിക്കുന്ന കാലത്ത് DC ബുക്സ് ഏറ്റെടുക്കുകയും എൻ്റെ ആദ്യത്തെ നോവൽ അന്ന് പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു. അത് എൻ്റെ ജീവിതത്തിലെ ഒരു എഴുത്തുകാരൻ എന്ന ഒരു നിലയിലേക്ക് എൻ്റെ രാഷ്ട്രദീപിക കാലത്തെ പത്രപ്രവർത്തനം എന്നെ അങ്ങോട്ടും കൂടെ മാറ്റി. അത് രജനീമുഖം അവസാനിച്ച് 36-38 ലക്കം കൊണ്ട് അവസാനിച്ചു. പക്ഷേ പിന്നീട് വായനക്കാരുടെ തന്നെ ശക്തമായ ആവശ്യം, പത്രത്തിൻ്റെ ആവശ്യം, മാനേജ്മെൻറ്റിൻ്റെ സമ്മർദ്ദം ഒക്കെ കൊണ്ട് തുടർന്ന് ഒരു 6-7 വർഷത്തേക്ക് ഒരു 7-8 നോവലുകൾ ആ ആഴ്ചപ്പതിപ്പിൽ തന്നെ എനിക്ക് എഴുതേണ്ടി വന്നു. ഒടുവിൽ അത് എൻ്റെ പത്രപ്രവർത്തനം എന്ന തൊഴിലിൽ നിന്ന് എന്നെ അകറ്റും എന്നൊരു ആശങ്ക എന്നിലും മറ്റുള്ളവരിലും വന്നപ്പോൾ ഞാൻ അതിൽ ഒന്ന് ചവിട്ടിപ്പിടിച്ചു. അതിനൊരു കാരണം കൂടെയുണ്ട്. ഈ രജനീമുഖം നോവൽ
DC കിഴക്കേ മുറി പ്രസിദ്ധപ്പെടുത്തി ഒരു വർഷം കഴിയുന്നതിന് മുമ്പ്, അന്ന് നമുക്ക് നിങ്ങൾ പല ആളുകൾക്കും അറിയാൻ പറ്റുമായിരിക്കും, അന്ന് കേരളത്തിലെ ദൂരദർശൻ ചാനലുകളിലും അന്നുണ്ടായിരുന്ന സ്വകാര്യ ചാനലുകളിലും ഏറ്റവും കൂടുതൽ പരമ്പരകൾ തയ്യാറാക്കിയിരുന്നത്. അപ്പോൾ രജനീമുഖം എന്ന് പറഞ്ഞ ആ പിന്നെ പുസ്തകം അവരത് സ്റ്റഡി സീരിയൽ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ എൻ്റെ എനിക്ക് 6000 രൂപ ശമ്പളം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ എനിക്ക് 50,000 രൂപ ഓഫർ തന്ന് 5000 രൂപ അഡ്വാൻസ് തന്ന് എൻ്റെ ആ പുസ്തകം ആ കമ്പനി അവരത് എല്ലാ കോപ്പിറൈറ്റും ഉൾപ്പെടെ അത് കൊടുത്തു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് സിനിമയായില്ല, അല്ലെങ്കിൽ സീരിയലായില്ല. അത് സീരിയലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ പത്രപ്രവർത്തനം എന്ന് പറഞ്ഞ രംഗത്ത് നിന്ന് ഞാൻ മാറി ഒരു പക്ഷേ ആ വഴിക്ക് തിരിഞ്ഞു പോകുമായിരുന്നു. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ സാമ്പത്തിക വശം ഓർക്കുമ്പോൾ ഞാൻ വിചാരിക്കും അതായിരുന്നു നല്ലതെന്ന്. പക്ഷേ എൻ്റെ പ്രൊഫഷൻ എനിക്ക് പിന്നീട് നൽകിയ അവസരങ്ങൾ ഓർക്കുമ്പോൾ സാമ്പത്തികമല്ല, എൻ്റെ പ്രൊഫഷനായിരുന്നു നല്ലത്, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വഴി തിരിഞ്ഞു പോകാതിരുന്നത് വളരെ നന്നായി എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെ ദീപികയിലും രാഷ്ട്രദീപികയിലും നോവലും ഒക്കെ ആയിട്ട് കഴിഞ്ഞിരിക്കുമ്പോഴാണ് ദീപിക മാനേജ്മെൻറ്റിലെ ഏറ്റവും കോളിളക്കം സൃഷ്ടിച്ച മാനേജ്മെൻറ്റ് മാറ്റം വരുന്നത്. MA ഫാരിസ് എന്ന പ്രവാസി വ്യവസായി ദീപികയുടെ 49% ഓഹരികൾ വാങ്ങിച്ചെടുക്കുകയും 2% ഓഹരികളുടെ പിന്തുണയോടുകൂടി അദ്ദേഹം പിന്നീട് അതിൻ്റെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കുകയും ദീപികയെ ഏറ്റെടുക്കുകയും അത് ഒരു ക്രിസ്ത്യൻ മുസ്ലിം സംഘർഷത്തിലേക്ക് മാറുകയും ഒടുവിൽ അത് ദീപികയ്ക്കുള്ളിലും ദീപികയ്ക്ക് പുറത്തും വളരെ വലിയ സംഘർഷത്തിന് ഇടവരുത്തും എന്ന് കണ്ടപ്പോൾ KCBC കേരള കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഇടപെട്ടിട്ട് MA ഫാരിസ് എന്ന പ്രവാസി വ്യവസായിയുടെ ഷെയർ തുകകൾ, വലിയ തുക തിരിച്ചു കൊടുക്കുകയും പത്രം തിരിച്ചു പിടിക്കുകയും ചെയ്തു. അങ്ങനെ തിരിച്ചു പിടിക്കുന്ന സഭ പത്രം ഏറ്റെടുക്കുന്ന അവസരത്തിൽ ദീപികയിൽ ആ കാലഘട്ടം വരെ ഒരു 4-5 MA ഫാരിസ് 2004 ദീപികയുടെ ചുമതല ഏൽക്കുന്നത്. 2004 മുതൽ 8 വരെയുള്ള രാഷ്ട്രദീപിക ഗ്രൂപ്പ് പ്രസിദ്ധീകരണങ്ങളുടെ മുഴുവൻ കൺട്രോളിംഗ് എഡിറ്ററായിട്ടാണ് ഞാൻ. അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ പത്രാധിപരായിട്ടാണ് 4 വർഷം എനിക്ക് പ്രവർത്തിക്കാൻ അവസരം കിട്ടിയത്. അപ്പം അതുകൊണ്ട് പിന്നീട് വന്ന മാനേജ്മെൻറ്റുകൾക്കും എൻ്റെ സഹപ്രവർത്തകരായ ചില ആളുകൾക്കും വലിയ സംശയമൊന്നും ഞാൻ ഫാരിസിൻ്റെ ഒരു റൈറ്റ് ഹാൻഡാണെന്നും ദീപികയുടെ നിലവിലുള്ള മാനേജ്മെൻറ്റിന് എഗൻസ്റ്റായിട്ടായിരിക്കും എൻ്റെ പ്രവർത്തനങ്ങളെന്നും അവർ തെറ്റിദ്ധരിച്ചതുകൊണ്ടോ എനിക്ക് ഒരു സ്ഥാനഭ്രംശം വരും എന്ന് സൂചന ലഭിച്ചപ്പോൾ ഞാൻ ദീപികയിൽ നിന്ന് 2008 ഞാൻ വളരെ വിഷമത്തോടെയാണ്, എനിക്ക് ദീപികയിൽ നിന്ന് മാറാൻ അന്നും ഇന്നും താല്പര്യം ഉണ്ടായിരുന്ന ഒരാളല്ല. പക്ഷേ വളരെ ദുഃഖത്തോടെ ഞാൻ ദീപികയിൽ നിന്ന് VRS എടുക്കുകയും എൻ്റെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ എന്നെ നേതൃത്വം ഏൽപ്പിച്ച് 10 കോടി രൂപയുടെ സമ്പൂർണ്ണ വിനിയോഗാധികാരം എന്നെ ഏൽപ്പിച്ചുകൊണ്ടാണ് MA ഫാരിസിൻ്റെ നേതൃത്വത്തിൽ മെട്രോ വാർത്താ പത്രം തുടങ്ങുന്നത്. ശ്രീ രഞ്ജി പണിക്കർ, പ്രമുഖനായ സാഹിത്യകാരനും എഴുത്തുകാരനും സിനിമാ തിരക്കഥാകൃത്തും പിന്നീട് സംവിധായകനും ഇപ്പോൾ നടനുമൊക്കെയായ രഞ്ജി പണിക്കർ പത്രാധിപരായിട്ട് മുഖ്യ പത്രാധിപരും ഞാൻ പത്രത്തിൻ്റെ എഡിറ്റോറിയൽ വിഭാഗം മേധാവിയുമായിട്ടുള്ള പുതിയ പത്രം 2008 ഒക്ടോബർ 20 കൊച്ചിയിൽ നിന്ന് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ കേരളത്തിൽ ഇന്ന് പ്രചാരത്തിലുള്ളതിൽ ഏറ്റവും പഴക്കമുള്ള പത്രമാണ് ദീപിക. കേരളത്തിൽ ഇന്ന് പ്രചാരമുള്ള പത്രങ്ങളിൽ ഏറ്റവും ചെറുപ്പമുള്ള പത്രമാണ് മെട്രോ വാർത്ത. ഈ 2 പത്രത്തിനും പ്രവർത്തിക്കാൻ പറ്റിയെന്നുള്ള മാത്രമല്ല, ഈ 2 പത്രങ്ങളുടെയും നേതൃസ്ഥാനത്തെത്താനും ആ പത്രങ്ങളെ ഒരു നല്ല കെട്ടുറപ്പുള്ള അവസ്ഥയിൽ കൊണ്ട് എത്തിക്കാനും കഴിഞ്ഞു എന്നുള്ളത് തിരിഞ്ഞു നോക്കുമ്പോൾ എന്നിൽ വളരെ അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ്. പിന്നീട് ഈ 2 പത്രങ്ങൾക്കും പലപ്പോഴും വൃദ്ധിയും വൃദ്ധിക്ഷയങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുമുണ്ട്. പക്ഷേ ഞങ്ങളുടെ ആ കാലഘട്ടത്തിൽ നല്ല മിടുക്കന്മാരായ ചെറുപ്പക്കാരുടെ ഒരു ടീം, അതിന് എല്ലാ പിന്തുണയും നൽകിയിരുന്ന ഒരു നല്ല മാനേജ്മെൻറ്റ് ടീം, അതിന് പൂർണ്ണ സപ്പോർട്ട് നൽകിയ നല്ലൊരു വായനക്കാരുടെ ടീം. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിച്ചേർന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്ര എളുപ്പമല്ല മെട്രോ വാർത്ത പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രത്യേകിച്ചൊരു സ്ഥാപിത ലക്ഷ്യമില്ലാത്ത ഒരു പത്രത്തിന് എങ്ങനെ നിലനിൽക്കാൻ പറ്റും എന്നുള്ള സ്ഥാനത്ത് മാതൃഭൂമി ദിനപത്രത്തേക്കാൾ 1 കോപ്പി കൂടുതലടിക്കും എന്ന് വെല്ലുവിളിക്കുകയും ഒരാഴ്ചയെങ്കിലും, അതായത് ഏജന്റുമാരുടെ സമരം മൂലം മാതൃഭൂമി പത്രം ഏതാണ്ട് 1 മാസത്തോളം പ്രസിദ്ധീകരണം മന്ദീഭവിക്കപ്പെട്ടു പോയി. ആ സമയത്ത് 2 ലക്ഷത്തിൽ കൂടുതൽ കോപ്പി അടിച്ച് മെട്രോ വാർത്ത മാതൃഭൂമിയേക്കാൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയെങ്കിലും കൂടുതലടിച്ച് മാതൃഭൂമിയെ വെല്ലുവിളിക്കുകയും ചെയ്യാൻ അന്ന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു അവകാശവാദമാണ്, ശാസ്ത്രീയമായോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടോ തെളിയിക്കപ്പെട്ടിട്ടൊന്നുമില്ല. പക്ഷേ ഇറ്റ്സ് എ ഫാക്റ്റ്, അതൊരു ഫാക്റ്റാണെന്ന് ഞാനിപ്പോഴും അത് വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ ആ പത്രത്തിലേക്ക് വന്നു. ഈ കാലഘട്ടം കൊണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രദീപികയിൽ നിന്ന് അല്ലെങ്കിൽ രജനീമുഖത്തിൽ തുടങ്ങി മെട്രോ വാർത്തയിൽ അവസാനിച്ചപ്പോഴത്തേക്കും എനിക്ക് 9 പുസ്തകങ്ങൾ എനിക്ക് പ്രസിദ്ധപ്പെടുത്താൻ പറ്റി. DC ബുക്സിൽ നിന്നും, ദീപിക ബുക്സിൽ നിന്നും, കൊച്ചിയിലെ കുരുക്ഷേത്ര പ്രകാശനിൽ നിന്നും,
പിന്നെ കൊല്ലത്തെ ബിഷപ്പ് ജെറൂം ഫൗണ്ടേഷനിൽ നിന്നും അങ്ങനെ പല പ്രസിദ്ധീകരണശാലകളിൽ നിന്നായിട്ട് അത് കേരളത്തിലെ എണ്ണം പറഞ്ഞ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണശാലകളിൽ നിന്ന് 9 പുസ്തകങ്ങൾ പ്രസിദ്ധപ്പെടുത്താൻ പറ്റും. ആദ്യം പ്രസിദ്ധപ്പെടുത്തിയത് രജനീമുഖം, രണ്ടാമത് സൂസൻ വില്ല, മൂന്നാമത് അത്രമേൽ സ്നേഹിച്ചിരുന്നു തുടങ്ങി ഇങ്ങോട്ട് ഇതെല്ലാം 7-6 പുസ്തകങ്ങൾ നോവലുകളാണ്. തുടർന്ന് ഇങ്ങോട്ട് ഒരു പത്രപ്രവർത്തകൻ്റെ കയ്യൊപ്പ്, CPR at 30, തിരഞ്ഞെടുക്കപ്പെട്ട ലേഖനങ്ങൾ തുടങ്ങിയ ലേഖന സമാഹാരങ്ങളും ഏറ്റവും ഒടുവിൽ 2023 ആദരണീയനായ ലീഡർ ശ്രീ രമേശ് ചെന്നിത്തലയുടെ ആത്മകഥ പ്രധാന ഇതിവൃത്തമാക്കിക്കൊണ്ട് രമേശ് ചെന്നിത്തല അറിഞ്ഞതും അറിയാത്തതും എന്ന ഒരു പുസ്തകം പ്രസിദ്ധപ്പെടുത്തി. ആ പുസ്തകം സാക്ഷാൽ മാതൃഭൂമി ബുക്സാണ് പ്രസിദ്ധപ്പെടുത്തിയത്. ആ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത, ഒറ്റ മാസം കൊണ്ട് ആദ്യത്തെ എഡിഷൻ 2000 കോപ്പിയോളം മൊത്തം കോപ്പിയും വിറ്റ് തീർന്നു. ആ പുസ്തകത്തിൻ്റെ ഇൻ്റർനാഷണൽ പതിപ്പ് പ്രകാശനം ചെയ്തത് ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിലാണ്. അന്ന് മാധ്യമം റിപ്പോർട്ട് ചെയ്തത് ഷാർജയുടെ ഭരണാധികാരി നേരിട്ട് പ്രകാശനം ചെയ്യുന്ന ആദ്യത്തെ മലയാളം പുസ്തകമാണ് രമേശ് ചെന്നിത്തല അറിഞ്ഞതും അറിയാത്തതും എന്നുള്ളതാണ്. അത് ശരിക്കും അത് മാധ്യമം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. അപ്പം അത് വാസ്തവമാണെങ്കിൽ ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഞാൻ എന്നെ സ്വയം പ്രതിഷ്ഠിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം, അല്ലെങ്കിൽ എൻ്റെ ഗുരുത്വം, അല്ലെങ്കിൽ എൻ്റെ സഹപ്രവർത്തകർ, എൻ്റെ സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ വായനക്കാർ, എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, എൻ്റെ എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ട് എനിക്ക് എത്തപ്പെടാൻ പറ്റിയ പരമാവധി ഉയരമായിരുന്നു അതെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. ആ പുസ്തകത്തിൻ്റെ 3 പതിപ്പുകൾ ഇതിനകം പ്രസിദ്ധപ്പെടുത്തി കഴിഞ്ഞു. 4ാമത്തെ പതിപ്പ് ഇപ്പോഴും പോകുന്നു. ഒരുപക്ഷെ എൻ്റെ പുസ്തകം എഴുത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രസിദ്ധി തന്നത് ആ പുസ്തകമാണ്. ഒപ്പം തന്നെ എൻ്റെ ഈ പറഞ്ഞ ഇപ്പോൾ 40 വർഷം പൂർത്തിയാവുന്നു. ഈ 40 വർഷത്തെ എൻ്റെ നടവഴികളിൽ, മാധ്യമ രംഗത്തെ എൻ്റെ നടവഴികളിൽ എനിക്ക് 8-9 അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അതിലാദ്യത്തേത് സമാദരണീയനായ തോപ്പിൽ രവിയുടെ കോൺഗ്രസ് നേതാവും MLA-യും മലയാള മനോരമയുടെ കൊല്ലം ലേഖനും ഒക്കെ ആയിരുന്നു പ്രശസ്ത പത്രപ്രവർത്തകനായിരുന്ന തോപ്പിൽ രവിയുടെ സ്മരണാർത്ഥം അദ്ദേഹം തോപ്പിൽ രവി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ആദ്യത്തെ ഒരു മാധ്യമ പുരസ്കാരം. അത് എനിക്ക് കിട്ടി 2001-ലോ 2002-ലോ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് കഴിഞ്ഞ് സെസ് പുരസ്കാരം കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ ബിഷപ്പ് ജെറൂം അതിൻ്റെ ഒരു പ്രത്യേക പരാമർശത്തിൽ ഇടയായി. അത് കഴിഞ്ഞിട്ട് UAE-യിലെ ഇൻ്റർനാഷണൽ പ്രവാസി പുരസ്കാരം അത് 2021-ൽ കിട്ടി. അതിനു മുമ്പ് 2017-ൽ UAE-യിലെ ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ ഏർപ്പെടുത്തിയ ഒരു പ്രത്യേക പുരസ്കാരം അത് കിട്ടി. ഇങ്ങനെ നാഷണലിലും ഇൻ്റർനാഷണലുമായിട്ട് 7-8 അവാർഡുകൾ എനിക്ക് ലഭിച്ചു. ഈ ഒരു സത്യത്തിൽ എനിക്കൊരു എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശൂരനാട് ഒരു കർഷക പ്രാമുഖ്യം ഉള്ള ഒരു ഗ്രാമത്തിൽ സാധാരണ തറാപറ പഠിച്ചു വളർന്ന ഒരു ഗവൺമെൻറ് സ്കൂളിലെ വിദ്യാർത്ഥിയായി വളർന്ന് സാധാരണക്കാരുടെ കൂട്ടത്തിൽ നടന്ന് 1982 BSc അവസാനം വരെ വൈദ്യുതി ഇല്ലാത്ത വീട്ടിലിരുന്ന് പഠിച്ച എനിക്ക് പിൽക്കാലത്ത് 8 രാജ്യങ്ങൾ സന്ദർശിക്കാൻ, അതും എൻ്റെ സ്വന്തം പൈസ ചെലവില്ലാതെ ഏതെങ്കിലും ഗവൺമെൻറ്റുകളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പോൺസർമാരുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകളുടെ സ്പോൺസർഷിപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മഹത് വ്യക്തികളുടെ സ്പോൺസർഷിപ്പിലോ ഒക്കെ എനിക്ക് സന്ദർശിക്കാനുള്ള അവസരം കിട്ടി. UAE സന്ദർശിക്കാൻ അവസരം കിട്ടി, ഒമാൻ സന്ദർശിക്കാൻ അവസരം കിട്ടി, നേപ്പാൾ സന്ദർശിക്കാൻ അവസരം കിട്ടി, ശ്രീലങ്ക സന്ദർശിക്കാൻ അവസരം കിട്ടി. അങ്ങനെ പിന്നെ ഒമാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, സൗദി അറേബ്യ സന്ദർശിക്കാൻ അവസരം കിട്ടി. ഇങ്ങനെ പല രാജ്യങ്ങൾ സന്ദർശിക്കാനും അവിടങ്ങളിലെ പല ഭരണാധിപന്മാർക്കും ഒപ്പം വേദി പങ്കിടാനും ഉള്ള അവസരം കിട്ടി. അപ്പോൾ ഇത് 1980-കളിൽ തുടങ്ങി 1990-കളിലൂടെ വളർന്നു വരാൻ പറ്റിയ ഒട്ടുമിക്ക പത്രപ്രവർത്തകർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞ ഒട്ടുമിക്ക പത്രപ്രവർത്തകർക്കും ഇത്രത്തോളമോ അല്ലെങ്കിൽ ഇതിനേക്കാൾ കുറച്ചും കൂടെ അധികമോ ആയിട്ടുള്ള കാര്യങ്ങൾ എത്തിപ്പെടാൻ അന്ന് അവർക്ക് അവസരമുണ്ടായിരുന്നു. അതിന് പ്രോത്സാഹനം കിട്ടുമായിരുന്നു. അവരത് അംഗീകരിക്കപ്പെടുകയും ചെയ്യുമായിരുന്നു. ഈ കൂട്ടത്തിൽ തന്നെ എനിക്ക് ഡോക്ടർ APJ അബ്ദുൽ കലാം, ഡോക്ടർ KR നാരായണൻ എന്നീ 2 രാഷ്ട്രപതിമാരെ എനിക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ അവസരം കിട്ടി. പ്രധാനമന്ത്രിമാരായിരുന്ന ശ്രീ രാഹുൽ ഗാന്ധിയെയും ശ്രീ അടൽ ബിഹാരി വാജ്പേയിയും ഷേക്ക് ഹാൻഡ് ചെയ്യാനുള്ള അവസരം കിട്ടി. ഇതൊക്കെ ഞാൻ പറഞ്ഞത് പത്രപ്രവർത്തനം എന്ന് പറഞ്ഞ തൊഴിൽ ഒരാൾക്ക് കൊടുക്കുന്ന പരമാധികാരങ്ങളാണ്, പരമമായ സൗഭാഗ്യം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൊതിക്കറുമല്ല. ഒരു സർക്കാർ സർവീസിലെ ഒരു തൊഴിൽ എന്ന് പറഞ്ഞത് ഇന്ന് എല്ലാവർക്കും അറിയാം, അതുതന്നെയാണ് ഏറ്റവും വലുത്. അതിനെ നിസ്സാരപ്പെടുത്തുകയല്ല, പക്ഷേ അതിൻ്റെ അവസരങ്ങൾ വളരെ കുറവാണ്. അത് നമുക്ക് തരുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിസ്റ്റിന് കൊടുക്കുന്ന അവസരങ്ങൾ താരതമ്യേന കുറവാണ്. അവർ വ്യവഹരിക്കുന്ന ഒരു വിഹാര കേന്ദ്രം വളരെ ചെറുതാണ്. അപ്പോൾ അതിനപ്പുറത്തേക്ക് വിശാലമായൊരു ലോകത്തേക്ക്
ഇറങ്ങിച്ചെല്ലാനും സമ്മതിക്കാനും നമ്മളിൽ ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്ന വികാരങ്ങൾ ഉണർത്താനും അത് പ്രകടിപ്പിക്കാനും മറ്റുള്ളവരുടെ അംഗീകാരം ഒരു പരിധിവരെയെങ്കിലും നേടിയെടുക്കാനും ഒക്കെ കഴിയുന്ന വളരെ വിപുലമായ ഒരു മേഖലയാണ് മാധ്യമപ്രവർത്തനം. ഇതിനെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടം മുതൽ, അല്ലെങ്കിൽ ഒന്നാം പാർലമെൻറ്റ് മുതൽ ഇങ്ങോട്ട് ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒരു വലിയ പ്രമുഖമായ സ്ഥാനം തന്നെ കൊടുത്ത് അതിന് മതിയായ സേവന സംവിധാനങ്ങളുടെ ഒരു തൊഴിലുറപ്പുള്ള ഒരു മഹാസംസ്കാരമാക്കി നമുക്ക് കൊണ്ടുവന്നു. 2001 ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടം മുതലാണ് ഇതിൻ്റെ പത്രപ്രവർത്തന രംഗത്തിന് ഒരു മാന്ദ്യം സംഭവിച്ചത്. അദ്ദേഹത്തിൻ്റെ കാലത്താണ് വേജ് ബോർഡുകളുടെ പരിധിയിൽ നിന്ന് പത്രങ്ങളെ പുറത്താക്കാൻ തുടങ്ങിയത്, അതിനുള്ള നടപടിക്രമങ്ങൾക്ക് തുടക്കം കുറിച്ചത്. പക്ഷേ പിന്നീട് 2000 ആണ്ട് മുതൽ ഇങ്ങോട്ട് വന്ന 2001 ആ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് വന്നപ്പോൾ അതിൻ്റെ വേഗം കൂടുകയും 2010-14 കാലഘട്ടം വന്നപ്പോഴത്തേക്കും അത് അത് നടപ്പാക്കിയാൽ മതി എന്നുള്ള അവസ്ഥ വന്നു. 2014 അല്ലെങ്കിൽ 2014 ഇപ്പോഴത്തെ അല്ലെങ്കിൽ ഒന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതോടെ നമ്മുടെ പുതിയ ലേബർ കോഡ് ഓഫ് കോണ്ടാക്ട്സ്, ലേബർ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങളുടെ ഒക്കെ ഫലമായിട്ട് പത്രങ്ങളുടെ നിയന്ത്രണ സംവിധാനങ്ങൾ തന്നെ എടുത്തു കളയുകയും ഇന്ന് വേജ് ബോർഡ് എന്നൊരു സംവിധാനമില്ല. പത്രത്തിൽ ജോലി ചെയ്യുന്ന ഏതൊരു പത്രപ്രവർത്തകൻ്റെയും ശമ്പളം നിശ്ചയിക്കുന്ന ആ മാനേജ്മെൻറ്റാണ്. അത് ഇന്ന് പറഞ്ഞല്ലോ 5 അക്കം കഷ്ടിച്ച് തികച്ച് വാങ്ങിക്കാത്ത അനേകായിരം പത്രപ്രവർത്തകർ കേരളത്തിലുണ്ട്. അതേസമയം 7-8 ലക്ഷം രൂപ പ്രതിമാസം വാങ്ങിക്കുന്ന പത്രപ്രവർത്തകരും കേരളത്തിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന പത്രപ്രവർത്തകരിൽ ബഹുഭൂരിഭാഗം ആളുകളും ഇപ്പോൾ സിനിമയിൽ പറയുന്നവരാണ്. നമുക്ക് സിനിമാ നടന്മാരെന്ന് പറയുമ്പോൾ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, അല്ലെങ്കിൽ ജയറാം, അല്ലെങ്കിൽ ദിലീപ്, അതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. പക്ഷേ അവരുടെ എണ്ണം, അല്ലെ അത്തരക്കാരുടെ എണ്ണം ഒരു 10, 20, 25, 30 ആകുമ്പോഴത്തേക്കും തീർന്നു പോകും. പക്ഷേ സിനിമാ മേഖലയിൽ ഏതാണ്ട് 5000-6000-ത്തിലധികം ആളുകൾ പണിയെടുക്കുന്നുണ്ട്. ഈ ബാക്കി വരുന്ന 4770 അല്ലെ 4970 പേരും കട്ടന് ബിഹൈൻഡിൽ നിൽക്കുന്ന വളരെ 150 രൂപ, 250, 300, 500, 1000 രൂപ പ്രതിദിനം ശമ്പളം പറ്റുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ലോകമാണ് സിനിമ എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുതന്നെയാണ് മാധ്യമരംഗത്തും നേരിടുന്നത്. ഒരുപക്ഷെ നമ്മൾ രേഖപ്പെടുത്തുന്ന പത്രപ്രവർത്തകർ, കൊണ്ടാടിയ പത്രപ്രവർത്തകർ, അവർ സമൂഹത്തിൽ നിന്ന് അവർക്ക് അർഹിക്കുന്നതും അറിയിക്കുന്നതിനപ്പുറത്തേക്കുമുള്ള പ്രതിഫലങ്ങളും വേതനങ്ങളും സേവനങ്ങളും അവരുടെ റെപ്യൂട്ടേഷനും ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും കിട്ടാതെ അസ്തമിക്കപ്പെട്ടു പോയ, കരിഞ്ഞുപോയ ജീവിതങ്ങളും നമ്മുടെ ഈ മേഖലയിൽ അല്ലെ പത്രപ്രവർത്തന രംഗത്ത് വളരെ കൂടുതൽ നമുക്ക് കാണാൻ പറ്റും. വളരെ രസകരമായ, ഞാൻ പത്രപ്രവർത്തക യൂണിയൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിട്ട് ഒരു തവണ, സെക്രട്ടറിയായിട്ട് 2 തവണ, അതിൻ്റെ അച്ചടക്ക സമിതിയുടെ ചെയർമാനായിട്ട് ഒരു തവണ, ഇൻ്റേണൽ ഓഡിറ്റ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് ഒരു തവണ, അങ്ങനെ ഒരു 7-8 വർഷത്തിൽ കൂടുതൽ ഞാൻ പത്രപ്രവർത്തക യൂണിയൻ്റെ സംസ്ഥാന ഭാരവാഹിയായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. ആ കാലഘട്ടത്തിൽ ഒരിക്കൽ മാത്രമേ കേരളത്തിൽ എൻ്റെ അറിവിൽ പത്രപ്രവർത്തനം തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പത്രസ്ഥാപനം അടച്ചിട്ടുകൊണ്ട് ഒരു പണിമുടക്കുണ്ടായിട്ടുള്ളൂ. ദിവസം എനിക്ക് ഓർമ്മയില്ല. അന്ന് ഞാനൊക്കെ പണിമുടക്കിൽ ഏർപ്പെട്ടവരാണ്. അന്നത്തെ പണിമുടക്കിൽ ഏർപ്പെട്ടിരുന്ന പല പത്രപ്രവർത്തകരെയും പല മാനേജ്മെൻറ്റിലും പിരിച്ചുവിട്ടിട്ടുണ്ട്. അവരിൽ പലരെയും പിന്നീട് തിരിച്ചെടുക്കപ്പെടാതെ പോയിട്ടുണ്ട്. ജി വേണുഗോപാലിനെ പോലെയൊക്കെയുള്ള വളരെ പ്രശസ്തന്മാരായ മാധ്യമപ്രവർത്തകർ പത്ര മാനേജ്മെൻറ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ജീവിതം ദുസ്സഹമാക്കി തള്ളി നീക്കിയിട്ടുള്ള ആളുകളാണ്. എന്തുകൊണ്ടാണ് പത്രപ്രവർത്തക യൂണിയനിലെ ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ 1970-കളിൽ ശ്രീ KM റോയിയുടെ നേതൃത്വത്തിലാണ് കേരളത്തിൽ പത്രപ്രവർത്തക യൂണിയൻ ശക്തമായി വരുന്നത്. KM റോയി മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ തലമുറയിൽപ്പെട്ട കുറേ അധികം ആളുകളുണ്ട്. പെട്ടെന്ന് പേര് ഓർക്കാൻ പറ്റുന്നില്ല, പേരെടുത്ത് പറയുന്നുമില്ല. അപ്പം അവരുടെ നേതൃത്വത്തിൽ ഈ യൂണിയനും കേരളത്തിലെ പ്രസ് ക്ലബ്ബുകളും 1970-കളിൽ രൂപം കൊള്ളുന്നതിന് ഒരു കാരണം, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു കഥ ഒരിക്കൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എറണാകുളത്ത് വളരെ പ്രശസ്തനായ ഒരു മാധ്യമപ്രവർത്തകൻ, അദ്ദേഹം ഇംഗ്ലീഷ് പത്രത്തിൻ്റെ ലേഖകനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്താത്ത രാഷ്ട്രീയ നേതാക്കന്മാരോ വ്യവസായികളോ അല്ലെങ്കിൽ കലാകാരന്മാരോ സെലിബ്രിറ്റികളോ ഉണ്ടായിരുന്നില്ല. എല്ലാവരും അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തും. കാരണം അവരുടെ ഒരു പടവും അവരെക്കുറിച്ചൊരു സാധനവും അന്നത്തെ പത്രങ്ങളിലോ വരുന്നതിന് ഇദ്ദേഹം കാരണക്കാരനായിരുന്നു. പക്ഷേ അന്ന് അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ തലമുറയിൽപ്പെട്ട ഒരു ലേഖകനോ പോലും വ്യവസ്ഥാപിതമായ സേവനവേതന വ്യവസ്ഥയില്ല. ഈ വരുന്ന വാർത്തയും കൊണ്ടുവരുന്ന ആളുകൾ കൊടുക്കുന്ന എന്തെങ്കിലും ചെറിയ സംഭാവനയാണ് അയാളുടെ വീട്ടിൽ അരി വാങ്ങിക്കുന്നത്. അല്ലെങ്കിൽ വർഷത്തിൽ വല്ല ഓണത്തിനോ അല്ലെങ്കിൽ ക്രിസ്മസിനോ അല്ലെങ്കിൽ വിഷുവിനോ ഒക്കെ കൊടുക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് കൊടുക്കുന്ന ചെറിയ എന്തെങ്കിലും പാരിതോഷികമായിരിക്കും അയാളുടെ ആകെ കിട്ടുന്ന പ്രതിഫലം. ഈ സാഹചര്യത്തിൽ അങ്ങനെ ഇരിക്കെ ഒരിക്കൽ അദ്ദേഹത്തിന് എന്തോ രോഗം പിടികൂടുകയും ഇദ്ദേഹം പെട്ടെന്ന് മരിക്കുകയും ചെയ്തു.
രോഗം പിടിപെട്ട് പെട്ടെന്ന് മരിച്ച അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യാനുള്ള പണം പോലും അന്ന് ആ വീട്ടിൽ ബാക്കിയുണ്ടായിരുന്നില്ല. ഈ വീട്ടിൽ വന്ന് സെലിബ്രിറ്റികളും മഹാരഥന്മാരായിട്ടുള്ള ആളുകളാരും അവരെ സഹായിക്കാനും വന്നില്ല. ഒടുവിൽ കുടുംബം പോറ്റാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വിധവയായ ഭാര്യയ്ക്ക് മാനം വിറ്റ് ജീവിക്കേണ്ട ഒരു സാഹചര്യം വന്നു എന്നൊരു പിന്നാമ്പുറ കഥ ഞാൻ എവിടെയോ വായിക്കുകയോ നമ്മുടെ യൂണിയൻ പ്രവർത്തനങ്ങളിൽ പ്രസംഗിച്ചോ എവിടെയോ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരവസ്ഥ ഭാവിയിൽ മാധ്യമപ്രവർത്തകർക്കുണ്ടാകരുത് എന്ന ഒരു ചിന്തയിൽ നിന്നാണ് 1970-കളിൽ കേരളത്തിൽ പത്രപ്രവർത്തക യൂണിയൻ കൂടുതൽ ശക്തി പ്രാപിക്കാനും അതൊരു വ്യവസ്ഥാപിതമായ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമായിട്ട് മാറാനും അത് പത്രപ്രവർത്തകരുടെ അവകാശ പോരാട്ടങ്ങളുടെ ഒരു ആയുധമാക്കി മാറ്റാനും തീരുമാനിക്കുന്നതും. ഞാൻ നേരത്തെ പറഞ്ഞ KM റോയി, KT തെരിയൻ, CR രാമചന്ദ്രനും മലപ്പുറം പി മൂസയും ഒക്കെ പിന്നീട് വന്നാണ് G വേണുഗോപാൽ, അങ്ങനെയൊക്കെയുള്ള പഴയകാല പോരാളികൾ, അത്തരത്തിലുള്ള വലിയ വൻ പോരാളികളുടെ ദീർഘവീക്ഷണത്തിൻ്റെ ഫലമായിട്ടാണ് അന്ന് ആ പ്രസ്ഥാനം ശക്തിപ്പെട്ടത്. ആ പ്രസ്ഥാനം പെട്ടതോടൊപ്പം തന്നെ കേരളത്തിൽ ആ പ്രസ്ഥാനം ശക്തിപ്പെട്ടപ്പോഴാണ് അഖിലേന്ത്യാ തലത്തിൽ IFWG പോലുള്ള പ്രസ്ഥാനങ്ങളും പത്രപ്രവർത്തകരുടെ അവകാശ സംരക്ഷണത്തിനായിട്ട് പോരാട്ടങ്ങൾക്ക് നിലയുറപ്പിക്കാൻ തീരുമാനിക്കുന്നത്. അതിനും വളരെ മുമ്പ് ഏകപക്ഷീയമായ ഒറ്റയൻ പോരാട്ടമായിരുന്നു നേരത്തെ ഞാൻ പറഞ്ഞ CP രാമേന്ദ്രൻ സാറിനെ പോലുള്ള തൊഴിലാളികൾ, KK ബിർളയെ പോലുള്ള ആളുകളെ കോടതി കയറ്റി ചോദ്യം ചെയ്ത മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചോദ്യം ചെയ്ത ചരിത്രമുണ്ട് ഇന്ത്യയിൽ. അപ്പം CP രാമചന്ദ്രനെ പോലുള്ള ആളുകൾ തുടങ്ങി വയ്ക്കുകയും KM റോയിയെ പോലുള്ള ആളുകൾ കത്തിജ്വലിപ്പിക്കുകയും CR രാമചന്ദ്രനെ പോലെയും മലപ്പുറം പി മൂസയെ പോലുള്ള ആളുകൾ അതിനെ ഏറ്റെടുത്ത് വൻ പ്രക്ഷോഭമാക്കി മാറ്റുകയും ഇന്ന് കേരളത്തിലെ പത്രപ്രവർത്തകർക്ക് പെൻഷനുണ്ട്, ഇന്ന് കേരളത്തിലെ പത്രപ്രവർത്തകർക്ക് വീടുണ്ട്, ഇന്ന് കേരളത്തിലെ പത്രപ്രവർത്തകർക്ക് ചികിത്സാ സഹായമുണ്ട്, ഇന്ന് കേരളത്തിലെ പത്രപ്രവർത്തകർക്ക് മറ്റ് പല സൗകര്യങ്ങളും, യാത്രാ സൗജന്യങ്ങളുണ്ട്, പല സൗകര്യങ്ങളുണ്ട്. ഇതെല്ലാം 1980-കൾക്ക് ശേഷം കേരള പത്രപ്രവർത്തക യൂണിയൻ്റെ നിരന്തരമായ പോരാട്ടങ്ങളുടെയും സമരങ്ങളുടെയും കൂടെ ഫലമാണ്. പക്ഷെ പിൽക്കാലത്ത് വന്നപ്പോഴത്തേക്കും ഈ മാനേജ്മെൻറ്റുകളുടെ അതായത് നമ്മളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം, പത്രസ്വാതന്ത്ര്യം എന്നൊരു സ്വാതന്ത്ര്യമുണ്ട്. ഇത് ആരുടെ സ്വാതന്ത്ര്യമാണ്? പത്രസ്വാതന്ത്ര്യം ആരുടെ സ്വാതന്ത്ര്യമാണെന്ന ചോദ്യത്തിന് നമുക്കൊന്നും ഉത്തരവില്ല. പത്രസ്വാതന്ത്ര്യം എന്തൊരു സ്വാതന്ത്ര്യമാണ് എന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇന്ത്യയിൽ പത്രനിയമമില്ലാത്ത ജനാധിപത്യ രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊന്നാണ് ഇന്ത്യ. ഇന്ത്യയിൽ പത്ര നിയമങ്ങളില്ല. നമുക്ക് ആർട്ടിക്കിൾ 119A അല്ലെങ്കിൽ 119ൻ്റെ വ്യവച്ഛേദങ്ങളല്ലാതെ വേറെ നമുക്ക് എണ്ണി പറയാൻ പറ്റുന്ന ഒരു പത്രനിയമവും നമുക്കില്ല. ഇത് തന്നെയാണ് പത്ര നിയമങ്ങളിലും ഇത് തന്നെയാണ് ബാധിക്കുന്നത്. ഇന്നിപ്പോൾ പത്രസ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ പത്രപ്രവർത്തകരുടെ സ്വാതന്ത്ര്യം എന്നല്ല അതിൻ്റെ അർത്ഥം. പത്രപ്രവർത്തകർക്ക് സ്വാധീനമേ ഇല്ല, അവർക്കൊരു സ്വാതന്ത്ര്യവുമില്ല. ഇന്ന് പത്രപ്രവർത്തകരെക്കാൾ കൂടുതൽ അറിയപ്പെടുന്നത് പത്രം മുതലാളിമാരാണ്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ ജനത്തിന് അറിയത്തില്ലായിരുന്നു, പക്ഷേ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ അറിയുമായിരുന്നു. ഇന്ന് മലയാള മനോരമയുടെയോ മാതൃഭൂമിയുടെയോ ദീപികയുടെയോ ദേശാഭിമാനിയുടെയോ വീക്ഷണത്തിൻ്റെയോ ഒരു ലേഖനെ അറിയുന്നതിനേക്കാൾ കൂടുതൽ അതിൻ്റെ പത്രാധിപരെ അല്ലെങ്കിൽ അതിൻ്റെ മുഖ്യ നടത്തിപ്പുകാരനെയാണ് ജനമോ അല്ലെങ്കിൽ സർക്കാരോ അല്ല അധികൃത സ്ഥാനത്തുള്ളവരോ അറിയുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും വന്ധ്യംകരിക്കപ്പെട്ടു പോയ ഒരവസ്ഥയിലാണ് പത്രപ്രവർത്തക യൂണിയൻ എന്ന് നിർഭാഗ്യവശാൽ പറയേണ്ടതുണ്ട്. അവർ ശബ്ദം ഉണ്ടാക്കുന്നില്ല, അവർ ശബ്ദിക്കാൻ അവർക്ക് പറ്റുന്നില്ല, അവരുടെ ശബ്ദം അടിച്ചമർത്തപ്പെടുന്നു. അവർ ആവശ്യപ്പെടുമ്പോൾ ആ ആവശ്യങ്ങളുടെ മേൽ ഒന്ന് സ്വന്തം മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് തന്നെ അടിച്ചമർത്തലുണ്ടാകുന്നു. രണ്ട് വിമർശിക്കപ്പെടുന്നവനെതിരെ വലിയ കേസെടുത്ത് അവനെ തുറങ്കലടയ്ക്കുകയോ തല്ലിക്കൊന്നു കളയുകയോ അല്ലെങ്കിൽ വഴിയാധാരമാക്കപ്പെടുകയോ ചെയ്യുന്ന ഒരു അധികാരവർഗത്തിൻ്റെ ഒരു സമ്മർദ്ദം വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടിൻ്റെയും ഇടയിൽ നിന്ന് ഞെരിഞ്ഞമർന്ന് പത്രപ്രവർത്തനം യൂണിയൻ എന്ന് പറഞ്ഞത് ഒരു ക്ലബ് സംസ്കാരമായിട്ട് അത് പ്രസ് ക്ലബ്ബുകളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു സായാഹ്ന അല്ലെങ്കിൽ ഒരു പ്രഭാത അല്ലെങ്കിൽ പത്രസമ്മേളന കൂട്ടായ്മയായിട്ട് മാത്രം പത്രപ്രവർത്തക യൂണിയൻ മാറുകയും അത് വല്ലപ്പോഴും ഒരിക്കലും ഒരു ജില്ലാ കമ്മിറ്റിയോ ഒരു സംസ്ഥാന കമ്മിറ്റിയോ ഒരു സംസ്ഥാന സമ്മേളനമായിട്ട് മാറുന്ന ഒരു പേരിന് മാത്രമുള്ള ഒരു സമ്പ്രദായം, ഒരു ട്രേഡ് യൂണിയനായിട്ട് നമുക്ക് ഇന്നതിനെ കാണാൻ പറ്റില്ല. പക്ഷേ 1980-കളിലും ഞാൻ പറഞ്ഞല്ലോ 10 വർഷത്തോളം കാലം അന്നൊക്കെ ഞാൻ അതിനകത്ത് ഒരു എളിയ കണ്ണി മാത്രമാണ്. അതിൻ്റെ ശക്തമായ നേതാക്കന്മാർ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷേ ആ നിരയോ അല്ലെങ്കിൽ ആ നേതൃത്വ ശക്തിയോ ഇന്നത്തെ യൂണിയനിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അത് ഒരു കുറവ് തന്നെയാണ്. പത്രപ്രവർത്തനത്തെ അവരുടെ അവകാശ സംരക്ഷണ പോരാട്ടങ്ങൾക്കും അവരുടെ ജീവിത നിലവാരം സംരക്ഷിക്കുന്ന കാര്യത്തിലും പറഞ്ഞല്ലോ 10,000 രൂപയിൽ താഴെ ശമ്പളം വാങ്ങുന്ന ഒരുപാട് പത്രപ്രവർത്തകരുണ്ട്. എൻ്റെ അറിവിലും എൻ്റെ അനുഭവത്തിലും പകൽ പെയിൻറ്റിങ് ജോലിക്ക് പോയിട്ട് രാത്രിയിൽ പത്രപ്രവർത്തനത്തിന് വരുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ പകൽ
പത്രപ്രവർത്തനം നടത്തിയിട്ട് രാത്രി പെയിൻറ്റിങ്ങിന് പോകുന്ന ആളുകളെയും അല്ലെങ്കിൽ മറ്റ് പണികൾക്ക് പോകുന്ന തട്ടുകട നടത്തുന്ന, കേരളത്തിൽ തട്ടുകട നടത്തുന്ന പത്രപ്രവർത്തകരെ എനിക്ക് പരിചയമുണ്ട്. അത് ഒട്ടും അതിശയോക്തിയല്ല. പലയിടത്തും അത് നമ്മുടെ ഗവേഷണം നടത്തിയാൽ ഒരു പരമ്പരയ്ക്കുള്ള വിഷയമായിട്ട് തന്നെ ഇന്നത്തെ ആധുനിക പത്രപ്രവർത്തക തലമുറയ്ക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പത്രപ്രവർത്തകർക്ക് ഒരു വിഷയമായിട്ട് തന്നെ ഞാൻ കൊടുക്കുക. പത്രപ്രവർത്തനം ഒരു തൊഴിലാണെന്ന് പറയുമ്പോഴും ഉപതൊഴിലായിട്ട് സംസ്കാരം, പൊതുസമൂഹം അംഗീകരിച്ചിട്ടില്ലാത്ത, അല്ല മാന്യത കൽപ്പിച്ചിട്ടില്ലാത്ത പല തൊഴിലിലും ഏർപ്പെട്ടിരിക്കുന്ന പത്രപ്രവർത്തകരുടെ ഒരു ലോകം കൂടെ നമ്മുടെ പിന്നാമ്പുറത്തുണ്ട് എന്നുള്ളതൊരു സത്യം തന്നെയാണ്. അപ്പോൾ അതിനും കൂടെ ഒരു മാറ്റം വരുത്താൻ ഇനി വരുന്ന ജനറേഷനിൽപ്പെട്ട ആളുകൾ ഉണ്ടാകണം. പിന്നെ പത്രമില്ലാത്ത ലോകം, അങ്ങനെ ഒരു ലോകത്തെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇന്നത്തെ ലോകം അല്ലെങ്കിൽ ഇന്നത്തെ ഇന്ത്യ അല്ലെങ്കിൽ ഇന്നത്തെ കേരളം ഇങ്ങനെയെങ്കിലും നിലനിൽക്കുന്നത് വിമർശനാത്മകമായ, അന്വേഷണാത്മകമായ പത്രപ്രവർത്തനം ഇവിടെ സജീവമായതുകൊണ്ടാണ്. ഇത് അടിച്ചമർത്തപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് ഇല്ലായ്മയായി കഴിഞ്ഞാൽ, ഈ പത്രസ്വാതന്ത്ര്യം അല്ലെങ്കിൽ പത്രം ഒരു സമ്പ്രദായത്തിന് നിലനിൽപ്പില്ലാതായി കഴിഞ്ഞാൽ, അത് കുഴലൂത്തുകാരായാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉടമസ്ഥൻ്റെയോ ഏതെങ്കിലും ഒരു അധികാരവർഗത്തിൻ്റെയോ സാമന്തൻ അല്ലെങ്കിൽ അവരുടെ സേവകന്മാരായി മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്വാതന്ത്ര്യം പത്രസ്വാതന്ത്ര്യം അല്ലെങ്കിൽ പത്രപ്രവർത്തനം എന്ന സമ്പ്രദായം തന്നെ, ആ തൊഴിൽ തന്നെ ഇല്ലാതാവും. അത് നമ്മുടെ സ്ഥായിയായ അടിമത്തത്തിലേക്കും നമ്മുടെ ഒരു അഴിമതിയും അരാജകത്വവും നിറഞ്ഞ ഒരു സമ്പൂർണ്ണ അധപ്പതനത്തിലേക്കും നമ്മളെ കൊണ്ടെത്തിക്കും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ വിനീതമായിട്ട് അറിയിക്കാനുള്ളത്.